എല്ലാവർക്കും നമസ്കാരം. മുരുക രഹസ്യത്തിലേക്ക് എല്ലാവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഈ 26-ാം തീയതി പൂയം തൈപ്പൂയൊക്കെയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു സെഷൻ കുറച്ച് ദിവസമായി ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്യണം. പലപ്പോഴും വളരെ ഷോർട്ട് പീരീഡിലായിരിക്കും ഒരു പക്ഷേ നിങ്ങൾക്ക് നോട്ടീസൊക്കെ കിട്ടിയിട്ടുണ്ടാവുക അതിൻ്റെ ക്ലാസ്സുകളുടെ. എനിക്ക് തോന്നുന്നു ഇന്ന് രാവിലെ അല്ലെങ്കിൽ ഉച്ചയാകുമ്പോഴേക്കായിരിക്കും നിങ്ങൾക്ക് അതിൻ്റെ ബന്ധപ്പെട്ട മെസ്സേജസോ കാര്യങ്ങളോ കിട്ടിയിട്ടുണ്ടാവുക. കാരണം ശ്രീനാഥിയുടെ സമയം വളരെ തിരക്ക് പിടിച്ചതിൻ്റെ ഇടയിൽ നിന്ന് ഞാൻ ഒരു മണിക്കൂർ പിടിച്ചു വാങ്ങിയ ഒരു സമയമാണ് ഇത്. അങ്ങനെ കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അത് പ്രകാരം അതുകൊണ്ടാണ് ഡിലേ വന്നത് നിങ്ങൾക്ക് ഇൻഫോം ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ എന്തായാലും ഒരു സെഷൻ, കാരണം പൂയത്തിന് മുമ്പായിട്ട് ചെയ്യണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഒരു ടൈം ഇപ്പോൾ ഇനി ഇത് കഴിഞ്ഞ വളരെ തിരക്കുകളിലാണ്, നമുക്ക് തീരെ കിട്ടാത്തൊരു സമയമായതുകൊണ്ട് ഞാൻ ഇന്ന് തന്നെ ഒരു മണിക്കൂർ കിട്ടിയത് മേടിച്ചതാണ്. അപ്പോൾ എന്ത് തന്നെയായാലും എല്ലാവരെയും വളരെ സ്നേഹത്തോടുകൂടി ആ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മുരുകൻ അല്ലെങ്കിൽ ഗുഹൻ എന്നുള്ള പേരിലേക്ക് അറിയപ്പെടുന്ന സുബ്രഹ്മണ്യൻ എന്നൊക്കെ പലപ്പോഴും അറിയപ്പെടുന്നുണ്ടെങ്കിലും അതാണോ മുരുകൻ, അല്ലെങ്കിൽ അതിൻ്റെ പുറകിൽ എന്തൊക്കെയുണ്ട്, എന്താണ് മയിൽ, വേലെന്താണ്, തുടങ്ങി ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവാറുണ്ട്. ചില ആളുകൾക്ക് ഉണ്ടാവും, ചില ആൾക്കാർ നമ്മൾ ആസ് യൂഷ്വൽ കണ്ടുപോയിട്ടുണ്ടാവാം. പക്ഷെ എപ്പോഴെങ്കിലും നമ്മുടെ ഉള്ളിൽ ഈ ചോദ്യം കേട്ടിട്ടുണ്ടാവാം. ആ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ എല്ലാം വളരെ വലിയ വിശാലമായ സബ്ജക്റ്റാണിത്. ഒരു മണിക്കൂർ കൊണ്ടൊന്നും പറഞ്ഞു തീരാവുന്ന സബ്ജക്റ്റുകളല്ല. ഒരുപക്ഷെ നിങ്ങൾ മെസ്സേജിൽ കണ്ടിട്ടുണ്ടാവും, ഒരുപാട് തത്വങ്ങളെ പറ്റിയിട്ട് സംസാരിക്കാനുണ്ട്. പക്ഷേ അതൊരു തുടക്കമാക്കി നമുക്ക് എടുക്കാം. ഇതിൽ പരമാവധി പറ്റുന്ന കാര്യങ്ങൾ മുഴുവൻ നമുക്ക് ഇതിനുള്ളിൽ ശ്രീനാഥി പറയാൻ പറ്റുന്ന വളരെ കുറച്ച് കാര്യങ്ങളെ ഉണ്ടാവുള്ളൂ എനിക്കറിയാമെങ്കിൽ പോലും അത് അത്രയും കാര്യങ്ങളെങ്കിലും നമുക്ക് കിട്ടും. ബാക്കിയുള്ളത് ഇതിന് തുടർച്ചയായിട്ടെങ്കിലും എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് നമുക്കത് ചെയ്യാമെന്ന് കരുതുന്നു. അപ്പോൾ എന്ത് തന്നെയായാലും എല്ലാവരെയും വളരെ സ്നേഹത്തോടെ ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട്, അധികം വളരെ കുറഞ്ഞ സമയം നമ്മുടെ മുമ്പിലുള്ളൂ, അതുകൊണ്ട് തന്നെ നേരിട്ട് ശ്രീനാഥിയിലേക്ക് പോവാണ്. ഓവർ ടു യു ശ്രീനാഥി. എല്ലാവർക്കും നമസ്കാരം. നേരത്തെ ഒരു നമസ്കാരം പറഞ്ഞു, ഇപ്പൊ രണ്ടാമത്തെ നമസ്കാരം. അപ്പോഴേ നമ്മളെ മുരുകൻ രഹസ്യം എന്ന് പറയുന്ന ഒരു ക്ലാസ് വെച്ചത്, ഞങ്ങൾക്ക് പണ്ടേ ഒരു അനുഭവം ഉണ്ട്. രഹസ്യം എന്ന് പറയുന്ന ഒരു പേരിട്ടാൽ ആൾക്കാരെല്ലാരും കേൾക്കാൻ വരും. വേറെ എന്തെങ്കിലും ഒരു പരിപാടി വെച്ചാൽ ഒരാൾ വരില്ല. രഹസ്യം കേൾക്കാൻ ഭയങ്കര താല്പര്യം ആൾക്കാർക്ക്. അത് മനുഷ്യന്മാർക്ക് ജന്മസിദ്ധമായി പണ്ട് മുതൽക്കുള്ള ഒരു സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങള് ഒരു രഹസ്യം പറയാണ്ട് ഫേസ്ബുക്കിൽ രഹസ്യം പറയുന്ന ആൾക്കാർ ഞങ്ങൾ മാത്രമേ ലോകത്തുള്ളൂ. ഇപ്പോൾ എന്താന്ന് വെച്ചാൽ ആ വാക്കിന്റെ ഒരു ശക്തിയാണ്. ഇപ്പൊ പലപ്പോഴും നമുക്കറിയാം, ഇപ്പം വളരെ പ്രഗത്ഭരൊക്കെ പുസ്തകം എഴുതുന്ന സമയത്ത് ഭഗവത്ഗീതയുടെ രഹസ്യം, അതുപോലെ ഭാഗവത്തിന്റെ രഹസ്യം, ഈ രഹസ്യം എങ്ങനെയാണ് ഈ പബ്ലിക്കായിട്ട് പറയാന്നല്ല ചോദ്യം. പറയാതിരുന്നാ പോലെ രഹസ്യമാണെങ്കിൽ അത് ആൾക്കാരെ ക്യാച്ച് ചെയ്യാനുള്ള ഒരു പരിപാടിയാണ്. മുരുകൻ അങ്ങനെ രഹസ്യമൊന്നുമില്ല. മുരുകൻ പരസ്യമായൊരു വസ്തുവാണ്. പിന്നെ ആൾക്കാരെ കൂട്ടാൻ വേണ്ടിയിട്ട് വെറുതെ മുരുകൻ രഹസ്യം എന്നൊരു പേരിട്ടതാണ്. അങ്ങനെയാണ് ഇപ്പൊ നമ്മളെല്ലാരും കൂടി ഇതിനകത്ത് വന്നത്. അപ്പോഴ് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും മുരുകൻ ഒരു വലിയ നിഗൂഢതയാണ്, രഹസ്യം എന്നല്ല. മുരുകനിൽ ഒരുപാട് നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം മാത്രമല്ല. കാരണം ഭാരതത്തെ സംബന്ധിച്ച് നമ്മളെ ദേവതാ സങ്കല്പങ്ങളൊക്കെ നോക്കി അറിയാം, യുക്തിക്ക് പലപ്പോഴും നിരക്കാത്ത ഒരു കാര്യമായിട്ട് നമുക്ക് ദേവതാ സങ്കല്പങ്ങളൊക്കെ നമുക്ക് തോന്നാറുണ്ട്. മറ്റെല്ലാ മതങ്ങൾക്കും വളരെ വൃത്തിയുള്ള നല്ല ഭംഗിയുള്ള ഓരോ ദേവന്മാര് ഉണ്ടാകുന്ന സമയത്ത്, നല്ല ഭംഗിയുള്ള ഓരോ സങ്കല്പങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളെ ഓരോ ദേവന്മാരെ കോലം കണ്ടാൽ ആകെ നമുക്ക് തന്നെ ചിലപ്പോൾ വിഷമം വരും. ഒരാൾ ശ്മശാനത്തിൽ പോയി കിടക്കുക, അയാൾ കഴുത്തിൽ പാമ്പിനിട്ട് നടക്കുക, അല്ലേ? അങ്ങനെ ഓരോ ആൾക്കാർ കാളപ്പുറത്ത് സഞ്ചരിക്കുക. ഇങ്ങനെ പ്രാകൃതമായ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആൾക്കാർ ഇടയ്ക്ക് നമ്മളെ കുട്ടിയൊക്കെ തന്നെ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സും ഒക്കെ തോന്നാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. അപ്പൊ മറ്റുള്ള കുട്ടികളൊക്കെ, കൂടെ പഠിക്കുന്ന കുട്ടികളോടൊക്കെ ചിലപ്പോൾ ചോദിക്കും, ഉച്ചയ്ക്ക് ഊണ് വെച്ചിരിക്കുമ്പോഴൊക്കെ, നിങ്ങളെ ദേവന്മാർക്ക് എന്താ, ഇവരെന്താ കാലത്ത് ഇപ്പോഴും മറ്റേ ഇവിടെയാണല്ലോ ജീവിക്കുന്നത്, ആ കാളേനൊക്കെ മാറ്റി ഒരു ബൈക്ക് അങ്ങ് വാങ്ങിക്കൂടെ മനുഷ്യന് എന്നൊക്കെ ചോദിക്കുക. ശിവന്റെ ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുത്തിട്ടൊക്കെ പിള്ളേർ, നമ്മൾ അത്രയും പ്രാകൃതരാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മളെ ഉള്ളിൽ ഭയങ്കരമായ ഒരു ഇൻഫ്യൂരിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും എന്താ പറയാ, നമ്മൾ ഈ സംസ്കാരത്തിൽ ജനിച്ചതിന് നമുക്ക് ഭയങ്കരമായ ഒരു അപമാന ബോധം ഉണ്ടാവാനൊക്കെ വേണ്ടിയിട്ട് ഇത്തരം ചർച്ചകളൊക്കെ ഉണ്ടാവാറുണ്ട്. പലപ്പോഴും അതിനെക്കുറിച്ച് നമുക്കറിയാം. ഇന്നിപ്പം അമേരിക്കയിലൊക്കെ പോയ സമയത്ത് കുട്ടികള് സീരിയസ് ആയിട്ട് പറയുന്നത് ഗണപതിനെ എലിഫന്റ് ഗോഡ് എന്നാണ് പറയുന്നത്.
എലിഫന്റ് ഗോഡ് എന്ന് ആളെ പറഞ്ഞാല് ഗണപതിനെ ആൾക്കാർക്ക് മനസ്സിലാവും. അതെന്താന്ന് വെച്ചാല് ആന തലയുള്ള ഒരാള്. അപ്പൊ നമുക്ക് എന്തുകൊണ്ടാണ് ആനത്തലയും സിംഹത്തലയൊക്കെ ആയി പോയത്? മറ്റെല്ലാവർക്കും മനുഷ്യന്റെ രൂപമുള്ള ദൈവം ഉണ്ടല്ലോ എന്നൊക്കെ നമ്മൾ എപ്പോഴും ചിന്തിക്കാറുണ്ട്. ഇതിന് ഉത്തരം, ദേവതകൾ എന്ന് പറയുന്നത് പലപ്പോഴും നമുക്കറിയാം സിംബോളിക്കലി നമ്മൾ അവതരിപ്പിക്കുന്ന ഒരു വിഷയമാണ്. അങ്ങനെ ഒരാൾ ഉണ്ടാവണം എന്ന് നിർബന്ധമൊന്നുമില്ല, അങ്ങനെ ആൾക്കാരുണ്ടാവും. പക്ഷെ അതൊരു ഒരു ഒരു സിംബോളിക്കൽ റെപ്രസെന്റേഷനാണ്. അപ്പൊ ഗണപതി ആനേന്റെ തലയും മനുഷ്യന്റെ ഉടലുമായിട്ട് ഒരു ജീവി ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഇല്ല എന്ന് തന്നെയാണ്. കാരണം ആനേന്റെ തലയും മനുഷ്യന്റെ ഉടലുമായിട്ടൊരു ജീവി ഉണ്ടാവണമെങ്കിൽ അയാൾ അച്ഛൻ ആനേന്റെ തലയും മനുഷ്യന്റെ ഉടലുള്ള ആളായിരിക്കും. പലപ്പോഴും നമുക്ക് അങ്ങനെയാണ് ഇങ്ങനെ കൈമാറി കൈമാറി വരിക. പിന്നെ ഇടക്കാലത്ത് നമ്മളെ ഈ പറയുന്ന കഥകള്, പുരാണത്തിൽ പറയുന്ന മനുഷ്യന്റെ തലയായിരുന്നു ഗണപതിക്ക്, അത് വെട്ടിയിട്ട് പിന്നെ ആനേന്റെ തല വെച്ചതാണ് ഒക്കെ ഭാരതം പ്ലാസ്റ്റിക് സർജറിയിൽ പണ്ട് മുതലേ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന വാദങ്ങളൊക്കെ അതൊരു അർദ്ധോക്തിയിൽ, ഇത് അതിശയോക്തിയിൽ എടുക്കേണ്ട കാര്യങ്ങളാണ്. അങ്ങനെയാണ്. എന്തുകൊണ്ട് അതിന് തുടച്ചുണ്ടായില്ല? എന്തുകൊണ്ട് അതൊരു ഒരു പദ്ധതിയായിട്ട് വന്നില്ല? അപ്പൊ എന്തായാലും ഈ ആ പരമ്പരപ്പെട്ട ആൾക്കാരല്ലല്ലോ ഇന്ന് നമ്മളെ സർജറി നടത്തുന്നത്. അപ്പൊ അല്ലെങ്കിൽ ആ ശാസ്ത്രം അല്ലല്ലോ. അപ്പൊ അത് നമുക്ക് അങ്ങനെ പറയുന്ന പുരാണങ്ങൾ കംപ്ലീറ്റ് ശരിയാണ് എന്ന് സമർത്ഥിക്കേണ്ട ഒരു അവസ്ഥയൊന്നും നമുക്കില്ല. കാരണം പുരാണത്തെ പുരാണമായിട്ടും സാഹിത്യത്തെ സാഹിത്യമായിട്ടും ശാസ്ത്രത്തെ ശാസ്ത്രമായിട്ടും കാണാൻ നമ്മളെ പൂർവികർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതിനെ ഈ പുരാണത്തിൽ പറയുന്ന കഥ ശാസ്ത്രമാണ് എന്ന് പറയല്ല വേണ്ടത്, അതിന്റെ അകത്തുള്ള ഫിലോസഫി എന്താണ്, അതിന്റെ അകത്തുള്ള സാഹിത്യം എന്താണ്. പലതും ഭാരതത്തിലെ ഋഷിമാരെ സംബന്ധിച്ച ഒരു പ്രത്യേകത, ഋഷിമാർ ഒരേ സമയത്ത് ശാസ്ത്രജ്ഞന്മാരായിരുന്നു, അതേ സമയത്ത് കവികളുമായിരുന്നു. അപ്പൊ ശാസ്ത്രജ്ഞന്മാർ കവികളായാൽ ഭയങ്കര രസമാണ്. കാരണം ഒരു ശാസ്ത്രത്തെ കവിതയായിട്ട് എഴുതിയിട്ടു. അപ്പൊ അതിലൊരു കവിത്വം ഉണ്ട്, ഒരു എന്താ പറയാ, ആൾക്കാർക്ക് കേൾക്കാനും മനസ്സിലാക്കാനുള്ള ഒരു സാധനമുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ അകത്തൊരു ശാസ്ത്രത്തെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇത് രണ്ടിനെ നമുക്ക് രണ്ടായി കാണാനും രണ്ടായി സ്വീകരിക്കാനും നമുക്ക് സാധിക്കണം എന്ന് പറയാം. പലപ്പോഴും നമ്മൾ ഈ രാവണനെ കുറിച്ച് പറയാം, രാവണൻ 1000 തലയാണ് എന്ന് പറയുന്ന സമയത്ത് കുട്ടികൾ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ, ഈ രാവണൻ 1000 തലയാണ്, 2 കൈയല്ലല്ലോ, അപ്പൊ ഇയാൾക്ക് ജലദോഷം പിടിച്ചാൽ എന്താ ചെയ്യുക എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. കാരണം ഈ 1000 മൂക്കിലും കൂടി ജലദോഷം പിടിച്ചാൽ ഈ 2 കൈ കൊണ്ട് എങ്ങനെ നേരെയാക്കാനാണ് പിള്ളേർ ചോദിക്കുന്നത്. അപ്പൊ അത് 1000 അല്ലെങ്കിൽ 10 തലയുള്ള ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് എടുക്കേണ്ടതില്ല. ജൈവശാസ്ത്രപരമായിട്ട് അങ്ങനെ സാധിക്കില്ല. അങ്ങനെ ഒരാൾ ഉണ്ടായാൽ പരമാവധി ആൾ കുറച്ച് സമയം ജീവിച്ചിരിക്കും, മരിച്ചു. അല്ലാണ്ട് ഇത്രയും കാലമൊന്നും ഇയാൾ ജീവിച്ചിരിക്കില്ല. അപ്പൊ അതൊക്കെ എന്താന്ന് വെച്ചാൽ ചില വസ്തുക്കളെ നമ്മൾ അങ്ങനെയാണ് കാണിക്കുക. നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട്, വടക്കേർത്ത് സുധാരേട്ടൻ എന്ത് വലിയ തലയാണെന്നറിയോ, ഭയങ്കര തലയാണ് അയാൾക്ക് എന്ന് പറഞ്ഞാൽ അയാൾ ഇങ്ങനെ ചക്ക പോലത്തെ വലിയൊരു ആനത്തലയായിട്ട് നടക്കാന്നല്ല, അയാൾക്ക് ഭയങ്കര ബുദ്ധിയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഈ ബുദ്ധിനെ കാണിക്കാൻ പറ്റുന്ന വേറെ സംവിധാനമൊന്നുമില്ല. തലേന്റെ എണ്ണം കൂടുതൽ കാണിക്കാൻ മാത്രമേ പറ്റൂ. അത്രയും രീതിയിൽ ചിന്തിക്കാൻ പറ്റും, അല്ലെങ്കിൽ അത്രയും രീതിയിൽ അത്രയും വ്യാപ്തിയിൽ ചിന്തിക്കാൻ പറ്റും എന്നുള്ളതൊക്കെയാണ്. അതൊക്കെ ഒരു അതിശയോക്തിയിൽ ഒരു സിംബോളിക് ആയിട്ട് നമ്മൾ അവതരിപ്പിക്കുന്ന വിഷയങ്ങളാണ്. എല്ലാ ദേവതാ സങ്കല്പങ്ങളും ഇങ്ങനെ സിംബോളിക് ആയിട്ട് അവതരിപ്പിക്കുന്ന വിഷയങ്ങളാണ്. ഇന്നത്തെ വിഷയം പ്രത്യേകിച്ച് മുരുകനായതുകൊണ്ട് ഞാൻ മറ്റ് ദേവതാ സങ്കല്പങ്ങളിലേക്ക് പോകുന്നില്ല. ഞാൻ മുമ്പ് പല വീഡിയോകളിലായിട്ട് ഈ ഗണപതി എന്താണെന്നും ശിവൻ എന്താണെന്നും വിഷ്ണു എന്താണെന്നൊക്കെ വിശദമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. വാഹനങ്ങൾ എന്താണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് ആ ക്ലാസ് കേട്ട ആൾക്കാരൊക്കെ ഇപ്പൊ ഈ ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ സാധനങ്ങളെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഒന്ന്, ഒരു റിപ്പീറ്റേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. 2, ആ സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മളൊരു 1/2 മണിക്കൂർ 40 മിനിറ്റ് ആണ് ഈ ക്ലാസ് ഉദ്ദേശിക്കുന്നത്. അപ്പോഴേക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ ഈ ദേവതാ സങ്കല്പങ്ങൾ നമുക്ക് ഉണ്ടായതൊക്കെ അതിനൊരു സിംബോളിക്കലി എടുക്കണം. അല്ലെങ്കിൽ അത് എന്തുകൊണ്ടാണ് ഇപ്പൊ അതിൽ പറയുന്ന 2 ഭാര്യമാരുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ആ എന്തുകൊണ്ടാണ് 2 ഭാര്യമാർ വന്നത്, ആ 2 ഭാര്യ എന്ന് വിളിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇത് വളരെ ഫിലോസഫിക്കലി അവതരിപ്പിച്ചൊരു വിഷയങ്ങളാണ്. വളരെ അതിലൊരു വലിയ തത്വശാസ്ത്രമുണ്ട്, ഒരു ആന്തരിക അർത്ഥമുണ്ട്, അതിനൊരു വലിയ ഫിലോസഫി ഉണ്ട്. പലതും നമുക്ക് അതിനെ വേർതിരിച്ച് എടുക്കുമ്പോഴാണ് അത് മനസ്സിലാവുക. എല്ലാ ദേവതാ സങ്കല്പങ്ങളും അങ്ങനെ ഉണ്ട്. ഗണപതിക്കുണ്ട്, ശിവനുണ്ട്. അപ്പൊ നമുക്കത് അന്തസ്സായിട്ട് പറയാൻ പറ്റണം. ഒരാള് നാളെ എന്തുകൊണ്ട് നിങ്ങളുടെ ദേവൻ ഇങ്ങനെ ഉണ്ടായി, കഴുത്തിൽ പാമ്പിനെ എന്തുകൊണ്ടാണ് കണ്ടത് എന്നൊക്കെ ചോദിച്ചാൽ വളരെ കൃത്യമായിട്ട് തന്നെ അതെന്താണ് എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു അറിവ് മിനിമം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം എന്ന് പറയാം. പലപ്പോഴും നമുക്ക് അതിനെക്കുറിച്ച് അറിവില്ല. അതുകൊണ്ട് അങ്ങനത്തെ ചോദ്യങ്ങൾ കേൾക്കുന്ന സമയത്ത് നമുക്ക് ദേഷ്യം വരിക ചെയ്യാം. ദേഷ്യം വരികയല്ല വേണ്ടത്. അറിവില്ലാത്ത കാര്യങ്ങൾ പഠിക്കുക തന്നെ വേണം സാർ എന്ന് പറയുന്നില്ല. അറിവില്ലാത്ത കാര്യങ്ങൾ നമ്മൾ പഠിക്കുക തന്നെ വേണം. അത് പഠിച്ച് മനസ്സിലാക്കിയിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കണം.
എന്തായാലും ഇന്നത്തെ സബ്ജക്റ്റ്, ഇന്നത്തെ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം മുരുകൻ ആയതുകൊണ്ട് ഞാൻ മുരുകനെ കുറിച്ച് മാത്രം പറയാം. എന്താണ് മുരുകൻ? അപ്പൊ മുരുകനെ സംബന്ധിച്ച് നമുക്ക് കേരളക്കാർക്ക് അത്ര പരിചയമില്ല എന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കാം. കാരണം നമ്മുടെ നാട്ടിൽ മുരുകക്ഷേത്രങ്ങളൊക്കെ താരതമ്യേന കുറവാണ്. പക്ഷെ പയ്യന്നൂര് എന്ന് പറയുന്ന സ്ഥലമൊക്കെ ഉണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട പയ്യൻ ഊര് എന്ന് പറയുന്ന സ്ഥലം തന്നെ സുബ്രഹ്മണ്യന്റെ സ്ഥലമാണ്, മുരുകന്റെ സ്ഥലമാണ്. പക്ഷെ നമ്മൾക്ക് കൂടുതലും ഒരു തമിഴ് കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ കൂടുതലൊക്കെ മുരുകനെ പരിചയപ്പെടുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മൂപ്പരെ മെയിൻ ഹെഡ്ക്വാർട്ടേഴ്സ് പഴനി ആയതുകൊണ്ട് നമ്മളെല്ലാവരും പഴനിയിൽ പോവുക. പണ്ട് നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ പഴനി പോകുന്ന ഒരു സമ്പ്രദായമൊക്കെ ഉണ്ടായിരുന്നു. ശബരിമല പോകുന്നത് പോലെ തന്നെ, കറുപ്പെടുത്ത് ശബരിമല പോകുന്നത് പോലെ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 10-20 കൊല്ലം മുന്നേ വരെയൊക്കെ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ ധാരാളം കണ്ടിട്ടുണ്ട്. നമ്മളെ വീട്ടിലെ അമ്മമാരൊക്കെ ഒരു ചെറിയ ഭസ്മം, നല്ല സ്മെല്ലുള്ള ഭസ്മം, ഈ ജവാദിട്ട ഭസ്മം കിട്ടും. നമ്മളെ നാട്ടിലെ ഭസ്മത്തിന് ആ സ്മെല്ല് കിട്ടൂല. ഇവരെ കയ്യിലുള്ള ഭസ്മത്തിന് ഭയങ്കര സ്മെല്ലാണ്. അങ്ങനെ ആ ഭസ്മമായിട്ട് നമ്മളെ വീട്ടിലൊക്കെ വന്നിട്ട് ഈ പഴനിക്ക് ഇവര് മുട്ടയടിച്ചിട്ടും അല്ലാതെയൊക്കെ ഒരു 100 വീട് തെണ്ടി പഴനിക്ക് പോകാം, 50 വീട് തെണ്ടി പഴനിക്ക് പോകാന്നൊക്കെ നേർച്ചെടുക്കും. അങ്ങനെ നമ്മളെ വീട്ടിലൊക്കെ നമ്മളെ വീട്ടിൽ ഒരു 10 റുപ്യ കൊടുത്താൽ ഒരു നുള്ളു ഭസ്മം തരും. നല്ല ജവാദിട്ട ഒരു ഭസ്മം. ആ ഭസ്മം അറിയിലുണ്ടാവും. അങ്ങനെ നമ്മളെ നാട്ടിൽ നിന്ന് വ്യാപകമായിട്ടൊക്കെ പഴനിക്ക് പോകുന്ന ഒരു ക്രമം ഉണ്ടായിരുന്നു. പിന്നെ എവിടെയോ വെച്ചിട്ട് അതൊക്കെ ഇടയ്ക്ക് നിന്നു വരാം. ഇപ്പൊ അത് അങ്ങനെ കൂടുതൽ ആൾക്കാരെ കാണാറില്ല. ഈ തെണ്ടി പോകുന്ന ആൾക്കാരെ കാണാറില്ല. ഈ തെണ്ടുന്നതിലുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണോ അല്ല പഴനിക്ക് പോകാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണോ എനിക്ക് മനസ്സിലായില്ല. പക്ഷെ പഴനി പോയാലും ഇവിടുത്തെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അതുകൊണ്ട് പഴനി പോകാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടല്ല, തെണ്ടാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ വ്യാപകമായിട്ട്. അത് മാത്രമല്ല, നമ്മളെ നാട്ടിലൊക്കെ പണ്ട് ആണ്ടിയൂട്ട് എന്ന് പറയുന്ന ഒരു പദ്ധതി, പൂജാക്രമം ഉണ്ടായിരുന്നു. അതായത് ഈ തമിഴ്നാട്ടിൽ നിന്ന് വന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഇവിടെ തന്നെയുള്ള ആൾക്കാർ, സുബ്രഹ്മണ്യ ഉപാസകന്മാരായിട്ടുള്ള ആൾക്കാർ, ഇവർ നമ്മളെ വീടുകളിലൊക്കെ ഒരു പൂജ, ആണ്ടിയൂട്ട് എന്നതിന്റെ പേര്, ഇത് സുബ്രഹ്മണ്യ പൂജയായിട്ട് ബന്ധപ്പെട്ട വ്യാപകമായി കേരളത്തില്, പ്രത്യേകിച്ച് കോഴിക്കോട് ഭാഗങ്ങളിലൊക്കെ ഒരുവിധം എല്ലാ വീടുകളിലും ഈ പ്രത്യേക സമയങ്ങളിൽ സുബ്രഹ്മണ്യ ഉപാസനയൊക്കെ നടന്നിരുന്നു. നമുക്ക് വളരെ അടുത്ത ബന്ധം സുബ്രഹ്മണ്യനായിട്ട് നമ്മളെ നാട്ടുകാർക്ക് ഉണ്ടായിരുന്നു, കേരളത്തിലുണ്ടായിരുന്നു. പിന്നെ എവിടെയാണോ നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ റിസ്ക് കുറഞ്ഞത് എനിക്കറിയില്ല. അത്ര ആഴത്തിൽ നമുക്ക് ബന്ധം ഉണ്ടായിരുന്നു എന്ന് പറയാം. നമ്മൾ ശിവന് കൊടുത്ത, അല്ലെങ്കിൽ പാർവതിക്ക് കൊടുത്ത, ഗണപതിക്ക് കൊടുത്ത, അയ്യപ്പന് കൊടുത്ത ഒരു സ്ഥാനം നമ്മളെ കുടുംബത്തിൽ അല്ലെങ്കിൽ നമ്മളെ നാട്ടിൽ, നമ്മളെ മനസ്സിൽ വേലിന് അല്ലെങ്കിൽ വേൽമുരുകന് കൊടുത്തിട്ടുണ്ടോ എന്ന് നമ്മൾ ഒന്നും കൂടി ചോദിക്കേണ്ടതുണ്ട്. പലപ്പോഴും അങ്ങനെ ഉണ്ട്. നാട്ടിലൊക്കെ ഒരുപാട് അമ്പലങ്ങളുണ്ട്. അപ്പൊ അവിടെയൊക്കെ ഇപ്പൊ തൈപ്പൂയത്തോടനുബന്ധിച്ച് നാട്ടിലെ എല്ലാ അമ്പലങ്ങളിലും ഇപ്പം തൈപ്പൂയം ഉത്സവം ഉണ്ട്. സുബ്രഹ്മണ്യന്റെ ഒരുപാട് സംവിധാനങ്ങൾ എല്ലാ സ്ഥലത്തും ഇപ്പം ആഘോഷമായിട്ടൊക്കെ നടക്കുന്നുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. പക്ഷെ താരതമ്യേന ഈ ഗണപതിനെയൊക്കെ നമ്മൾ എപ്പോഴും നമ്മൾ കമ്പയർ ചെയ്തിട്ട് സ്റ്റഡി ഉണ്ടല്ലോ. ഇപ്പൊ ഗണപതിക്ക് കിട്ടിയ അല്ലെങ്കിൽ അയ്യപ്പന് കിട്ടിയ ഒരു പ്രാതിനിധ്യം അല്ലെങ്കിൽ ഒരു പ്രാധാന്യം എന്തൊക്കെയോ കാരണം കൊണ്ട് നമ്മളെ മുരുകൻ ഇപ്പൊ കിട്ടിയിട്ടില്ല. പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നേ, പണ്ട് വ്യാപകമായിട്ടുണ്ടായിരുന്നു. എന്താന്നൊക്കെ നമ്മൾ ഒന്നുകൂടി ആലോചിക്കേണ്ടതുണ്ട്. പലപ്പോഴും നമ്മൾ പഴനിയൊക്കെ നമുക്ക് സുബ്രഹ്മണ്യന്റെ ഒരു കേന്ദ്രമായിട്ട് നമ്മൾ പോകുന്ന സ്ഥലമൊക്കെ എവിടെയായിട്ടാണ്, അല്ലെങ്കിൽ പഴനി പോവുക എന്നൊക്കെയാണ് പറയാം. അപ്പൊ ആരാണ് സുബ്രഹ്മണ്യൻ, എന്താണ് നമുക്ക് സുബ്രഹ്മണ്യനായിട്ടുള്ള ബന്ധം? സുബ്രഹ്മണ്യൻ വളരെ കുറച്ചും കൂടി ഒരു ശൈവ തമിഴ് കൾച്ചറായിട്ട് ചേർന്ന് നിൽക്കുന്ന, സിദ്ധ പരമ്പരയായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കഥകളും ഒരുപാട് ഉപാസന പദ്ധതികളൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒരാളാണ്. കാരണം നമുക്ക് ഭോഗരൊക്കെ തമിഴ്നാട്ടില് പഴനി പ്രസിദ്ധമായത് ഭോഗരുടെ സമാധി എന്നുള്ള നിലയ്ക്കാണ്. അല്ലെങ്കിൽ 10 ആൾക്കാർ കൂടുന്ന എല്ലാ അമ്പലവും സിദ്ധന്മാരുടെ സമാധിയാണ്, മഹാസിദ്ധന്മാരുടെ സമാധിയാണ് നമ്മൾ ആൾക്കാർ കൂടുന്ന അല്ലെങ്കിൽ തിരക്കുള്ള ക്ഷേത്രങ്ങളൊക്കെ തന്നെ. എന്തുകൊണ്ട് ചില ക്ഷേത്രത്തിൽ ഇപ്പൊ ഈ ഗുരുവായൂരപ്പന്റെ അമ്പലം കുന്നംകുളത്തും ഉണ്ട്, ഗുരുവായൂരുണ്ട്. പക്ഷെ ഗുരുവായൂരിലേക്ക് കൃഷ്ണന്റെ അമ്പലം രണ്ട് സ്ഥലത്തും ഉണ്ട്. പക്ഷെ ഞങ്ങൾ ഇന്നലെ വരുന്ന സമയത്ത് ഒരു കൃഷ്ണന്റെ അമ്പലം കണ്ടില്ല. പാറപ്പുറത്ത് ഒരു കൃഷ്ണന്റെ അമ്പലം ഉണ്ട്. എവിടെ കണ്ടതെന്ന് ഓർമ്മയില്ല. ഒരു ജീവി ആ പ്രദേശത്തൊന്നുമില്ല. ഇതേ കൃഷ്ണനാണല്ലോ ഗുരുവായൂരുള്ളത്, ആടെ എന്താ അത്ര തിരക്ക് എന്ന് ചോദിച്ചാൽ ഇത് രണ്ടും ഒരേ ആളല്ലേ, അങ്ങനെയാണ് അവിടെയും ഇവിടെയും ഒരേ തിരക്ക് വേണ്ടേ? അപ്പൊ ഇല്ല, ഗുരുവായൂർ മാത്രം ആ സ്ഥലത്തിന്റെ പ്രത്യേകതയാണ്, അതൊരു സമാധി സ്ഥലമായതുകൊണ്ടാണ്. അപ്പൊ പത്മനാഭസ്വാമി ക്ഷേത്രമാണ്, അഗസ്ത്യ സമാധിയാണ്. ഇപ്പൊ തമിഴ്നാട്ടിലെ ഒരുവിധം എല്ലാ മഹാക്ഷേത്രങ്ങളിലൊക്കെ സിദ്ധന്മാരുടെ സമാധി സ്ഥലങ്ങളാണ്. സമാധി സ്ഥലങ്ങളിൽ ഒക്കെ പലപ്പോഴും അവിടെ ശിവനെ വെച്ച് ആരാധിക്കുന്ന ഒരു ക്രമമുണ്ട്. അവിടെ തന്നെ പല സ്ഥലത്തും ഇപ്പം പഴനിയിലാണെങ്കിൽ അവിടെ ആരാധിക്കുന്നത് സുബ്രഹ്മണ്യനാണ്, ഭോഗരുടെ സമാധി സ്ഥലം എന്നുള്ള നിലയ്ക്ക്. നമ്മൾക്ക് അതുപോലെ തന്നെ ഒരുപാട് നമുക്ക് ഏറ്റവും അടുത്ത് പരിചയമുള്ള ഒരു സംഭവം, ഗുരുദേവന്, ശ്രീനാരായണ ഗുരു, നമ്മുടെ ഗുരുദേവൻ എന്ന് വിളിക്കുന്ന ഗുരുദേവനും ചട്ടമ്പി സ്വാമികളും കുറെ കാലം അയ്യാസ്വാമികളുടെ ശിഷ്യനായിട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന കുറച്ചു കാലം
ഷൺമുഖ ഭക്തൻ, രണ്ട് പേര് പറഞ്ഞത് സുബ്രഹ്മണ്യന്റെ പര്യായമാണ് അവർക്ക് ഉണ്ടായിരുന്നത് രണ്ടുപേർക്കും. അവിടെ ഏറ്റവും കൂടുതൽ ഉപാസിച്ചിരുന്നത് സുബ്രഹ്മണ്യനെയാണ്. അപ്പൊ അങ്ങനെ എൻലൈറ്റൻഡ് ആയ ആൾക്കാർ, എൻലൈറ്റൻഡ് ആവാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദേവതാ സങ്കല്പമാണ് ഈ മുരുകൻ എന്ന് പറയുന്നത്. മുരുകനിലേക്ക് വരുന്ന സമയത്ത് എന്തുകൊണ്ട് മുരുകൻ അങ്ങനെ ഒരു സങ്കല്പമായി മാറുന്നു എന്ന് ചോദിച്ചാൽ, ഈ മുരുകൻ എന്ന് പറയുന്നത് ഒരു ദേവതാ സങ്കല്പത്തില് പലപ്പോഴും നമ്മൾ കാണുക, ശ്രീകോവിലൊക്കെ പഴനിയിലൊക്കെ പോയാൽ രണ്ട്, ഇപ്പം അയ്യപ്പനല്ല ശാസ്താവിന് പ്രഭാസത്തിക എന്ന് പറയുന്ന ഭാര്യമാരുള്ളതുപോലെ, ഗണപതിക്ക് ബുദ്ധിയും സിദ്ധിയും ഉള്ളതുപോലെ ഇവിടെ മുരുകന് വള്ളി ദേവയാനി എന്ന് പറയുന്ന രണ്ട് ഭാര്യമാരോടുകൂടിയാണ് മുരുകൻ അങ്ങനെ ആരാധിക്കപ്പെടുന്നത്. ഷൺമുഖദാസൻ എന്ന പേരിൽ അപ്പസ്വാമികള് വരും. അപ്പൊ അവിടെ ആരാധിക്കുന്നത്, അവിടെയൊക്കെ നമ്മൾ എപ്പോഴും അങ്ങനെയാണ് കാണുക. ഇതെന്താണ് എന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ടാണ് ഇയാൾ രണ്ട് ഭാര്യമാര്? നമ്മളൊക്കെ ചോദിക്കും, ഞങ്ങൾക്കൊക്കെ ഒരു ഭാര്യയല്ലോ, ദേവന്മാർക്കൊക്കെ രണ്ട് ഭാര്യയല്ലേ, അപ്പോ വേണമെങ്കിൽ പുരുഷന്മാർക്ക് അതുകൊണ്ട് തന്നെ ഹിന്ദുക്കൾക്ക് രണ്ട് കല്യാണം കഴിച്ചുകൂടെ? നമുക്ക് കഴിഞ്ഞ ആഴ്ച ഒരാളുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെയാണ് നമ്മളായിരുന്നു, അതാണ് നമ്മൾ പഠിച്ചില്ലാത്തത്, വേറെ ഒന്നും നമ്മൾ പഠിച്ചിട്ടില്ല എന്ന് പറയാം. എന്തുകൊണ്ടാണ് വള്ളി ആരാണ്, ദേവസേന ആരാണ് എന്നുള്ളത് വളരെ, അതൊക്കെയാണ് മുരുകൻ രഹസ്യം എന്ന് പറഞ്ഞ് അതിനകത്ത് ഒളിച്ചിരിക്കുന്നത്. എന്താണ് ആ ഒരു രണ്ട് ഭാര്യമാര്? പലപ്പോഴും ഭാര്യ എന്ന് നമ്മൾ പലപ്പോഴും പറയുന്ന സമയത്ത് അത് ആ ദേവന്റെ ഗുണങ്ങളായിട്ട് അതിൻ്റെ അകത്ത് അന്തർലീനമായി കിടക്കുന്ന രണ്ട് ശക്തിയാണ്. വള്ളി എന്ന് പറയുന്നത് നമുക്ക് ഏതൊരാൾക്കും നമുക്ക് വേണ്ട മൂന്ന് ചിന്തകളാണ്: ഇച്ഛാശക്തി, ക്രിയാശക്തി, ജ്ഞാനശക്തി. ഈ ഇച്ഛാശക്തി, ആദ്യം മനുഷ്യന് വേണ്ടത് ഇച്ഛയാണ്. ഈ ഇച്ഛ നമ്മളെ ഉള്ളിൽ വരുമ്പോഴാണ് നമുക്കതിന് ഒരു ആക്ഷൻ ഉണ്ടാവുന്നത്. ആ ആക്ഷൻ എങ്ങനെ ചെയ്യണം എന്നുള്ള അറിവാണ് ജ്ഞാനശക്തിയായിട്ട് പറയുന്നത്. അതാണ് അതിൽ ചെയ്യാനുള്ളത്, എത്തിച്ചേരേണ്ടത്. നമ്മളെ ലക്ഷ്യവും മാർഗവും ജ്ഞാനമാണ് എന്ന് പറയുന്നത് പോലെ നമ്മളെ ഉള്ളിലുണ്ടാകുന്ന ആഗ്രഹം, ആ ആഗ്രഹത്തെ ആണ് ഇവിടെ ആ ഇച്ഛ ആണ് നമ്മൾ വള്ളി ദേവി എന്ന് പറയുന്നത് ഒരു പ്രകൃതി തന്നെയാണ്. കുറച്ചുകൂടി നമ്മൾ ഈ രീതിയിലേക്ക് തന്ത്രത്തിന്റെ മാർഗത്തിലേക്ക് പറയുമ്പോൾ ഒരു വാമ സമ്പ്രദായത്തില് വാമ ക്രമത്തിലാണ് വള്ളി ഉള്ളത്. പലപ്പോഴും ഒരു കഥയിൽ പറയുന്നത് ഒരു ശ്രീലങ്കനാണ് എന്നൊക്കെ പറയുന്ന, ശ്രീലങ്കൻ ട്രൈബാണ് എന്നൊക്കെ പറയുന്ന ഒരു സങ്കല്പമാണ് അവിടെ. അതിനേക്കാൾ കൂടുതൽ പിന്നിലൊരു കഥ ഉണ്ട്. ഒരു ആനയെ ഭയന്ന് ഓടി വന്നു, മുരുകന്റെ അടുത്തേക്ക് ഓടി വന്നു എന്നും, ആ ആന ഗണപതി ആനയുടെ രൂപത്തിൽ പോയി പേടിപ്പിച്ചപ്പോഴാണ് ഈ വള്ളി ഓടി സുബ്രഹ്മണ്യന്റെ അടുത്തേക്ക് വന്നതും അങ്ങനെ സുബ്രഹ്മണ്യനോട് ചേർന്ന് എന്നൊക്കെ പറയുന്ന ഒരു കഥ ഉണ്ട്. അപ്പൊ എന്തിനാണ് ഗണപതി ഇത്രയും കുത്തിത്തിരിപ്പിന് പോണത് എന്ന് ചോദിച്ചാല്, ഒരു തമ്മിൽ ഫ്രണ്ട്സ് അല്ലേ, ഒരു ഏട്ടനും അനിയനൊക്കെ ആണെങ്കിലും ഒരു തിക്ക് ഫ്രണ്ട്സ് ആണ്, അപ്പൊ ഒരു സഹായം ചെയ്ത് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. ഇങ്ങനെയാണോ സഹായം ചെയ്യുക എന്ന് ചോദിച്ചല്ല. അവിടെ ആന പ്രതിനിധീകരിക്കുന്നത് മൂലാധാര ചക്രത്തെയാണ്. മൂലാധാരത്തിൽ നമ്മൾ പലപ്പോഴും ആനയാണ് ഒരു ചിത്രം നോക്കുന്ന സമയത്ത് അത് ഗണപതി തന്നെയാണ്. ഗണപതിനെ ആനയായിട്ട് പറയാനുള്ള കാരണം മൂലാധാരത്തില് നമ്മൾ ആ ചിഹ്നമായിട്ട് സൂചിപ്പിക്കുന്നത് ആനയാണ് എന്നുള്ളതാണ്. അത് പ്രത്യേകിച്ച് ഭൗതികതയുടെ വലിയ ഒരു പ്രതീകമാണ്. ആ ഭൗതികമായ വിഷയങ്ങളോടുള്ള ഭയമാണ്, അല്ലെങ്കിൽ അതിനോടുള്ള വിരക്തിയാണ് ഈ വള്ളിയെ സുബ്രഹ്മണ്യനിലേക്ക്, അവിടെ പറയുന്ന സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നത് നമുക്ക് നോക്കിയാൽ അറിയാം. ആനയായിട്ട് ഗണപതിനെ പറയുമെങ്കിൽ അത് ഗണപതി മൂലാധാരത്തിന്റെ ദേവനാണ്. എന്നാല് മുരുകന്റെ വാഹനമായിട്ട് പറയുന്ന മയിലാണ്. ഈ മയില് സഹസ്രാര ചക്രത്തിന്റെ പ്രതീകമാണ്. വളർന്നിരിക്കുന്ന മയിൽ പീലി സഹസ്രാര പത്മത്തിന്റെ ഒരു പ്രതീകമാണ്. അപ്പൊ നോക്കൂ, ഈ രണ്ടാൾക്കാര് ഒരു തരത്തിൽ പറയാണ് മൂലാധാരത്തിലും സഹസ്രാരത്തിലുള്ള രണ്ട് ശക്തികളാണ്. മൂലാധാരത്തിലുള്ള ശക്തി ഗണപതിയും അത് ഉയർന്ന് സഹസ്രാരത്തിൽ എത്തുന്ന സമയത്ത് അത് മുരുകനുമാണ്. ഈ മുരുകനെ സംബന്ധിച്ച് മുരുകന് ആറുപടൈ വീട് എന്ന് പറയുന്ന ഒരു സംവിധാനം തമിഴ്നാട്ടിലുണ്ട്. ആറ് ക്ഷേത്രങ്ങളെ കുറിച്ച് പറയാറുണ്ട്. അത് 6 ആധാര ചക്രങ്ങളാണ്. ഓരോ ആധാര ചക്രത്തിന് ഓരോ ക്ഷേത്രങ്ങളായിട്ട് പറയാറുണ്ട്. സാധനാ കാലഘട്ടത്തിലൊക്കെ ഈ നമ്മളോട് ഈ 6 സ്ഥലങ്ങളിൽ യാത്ര ചെയ്യാൻ പറയും. അപ്പോൾ ഓരോ സ്ഥലത്തും പോകുന്ന സമയത്ത് അതാത് ക്ഷേത്രങ്ങളായിട്ട്, അല്ലെങ്കിൽ ആ സ്ഥലത്ത് ആ ചക്രത്തിന് ഉപാസിക്കണം. ആ ചക്രത്തിലുള്ള ദേവതയാണ് ആറുപടൈ വീട്ടില് ഓരോ ചക്രങ്ങളായിട്ട് പറയുന്നത്. ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കട്ടെ. പഴനി മൂലാധാര ചക്രത്തിന്റെ പ്രതീകമാണ്. മൂലാധാരം ആണ് പഴനിയായിട്ട് പറയുന്നത്. മൂലാധാര ചക്രത്തിന്റെ ദേവതയാണ് പഴനിയില്
സ്വാമിമലയാണ് സ്വാധിഷ്ഠാനം. മണിപൂരകം തിരുച്ചെന്തൂരാണ്. അനാഹതം തിരുപ്പറംകുണ്ടം. വിശുദ്ധി തിരുത്തണി എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെ അതുപോലെ തന്നെ ആജ്ഞാചക്രം പഴമുതിർ ശോലി എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പൊ ഇങ്ങനെ ഓരോ സ്ഥലത്തിന് ഓരോ ഓരോ ആറ് പടയി വീട് ഓരോ ക്രമം അനുസരിച്ച് പോകാൻ പറയുന്നുണ്ട്. അപ്പൊ എല്ലാ ചക്രത്തിന്റെയും ദേവതയായിട്ട്, അല്ലെങ്കിൽ ഇതൊക്കെ സുബ്രഹ്മണ്യന്റെ ഭാര്യ, ആറുപടയി വീട് എന്ന് പറഞ്ഞാൽ ഭാര്യ വീട് എന്നാണ് പറയാ. ഇയാൾക്ക് 2 ഭാര്യ ഉണ്ടെങ്കിൽ അവരുന്ന് 6 ഭാര്യ വീട് വന്ന് എന്നൊക്കെ ചോദിച്ചാല് കഥയെ ചോദ്യമില്ല എന്ന് പറയേണ്ടി വരും. അത് അങ്ങനെയല്ല എടുക്കേണ്ടത്. അത് ആ മൂലാധാരം മുതൽ ആജ്ഞ വരെയുള്ള ചക്രങ്ങളുടെ സ്ഥാനമായിട്ടാണ് എടുക്കേണ്ടത്. തമിഴ്നാട്ടിലെ വളരെ ഒരു പ്രധാനത്തോടു കൂടി ചെയ്യുന്ന ഒരു വലിയ ആ യാത്ര, ഈ എല്ലാ ക്ഷേത്രത്തിലുള്ള യാത്ര വളരെ പ്രധാനത്തോടു കൂടി ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇവിടെ വള്ളി എന്ന് പറയുന്നത് എന്തോ ആയിട്ട് എനിക്ക് പിന്നിലെ കഥ എന്തോ ആവട്ടെ, അത് വാമമാണ്. ഇത് കുറച്ചുകൂടി എന്താ പറയാ, വന്യമാണ്, ഒരു ട്രൈബാണ് എന്നൊക്കെ പറയുന്ന ഒരു സംവിധാനം. ആ വള്ളി എന്ന് പറയുന്നത് നമ്മളെ ഉള്ളിലെ ഇടാനാടിയാണ്. ഇടാനാടി സൂര്യനുമായി, കാരണം വള്ളി ദേവിന്റെ കയ്യിൽ ഒരു താമരപ്പൂവാണുള്ളത്. ആ ദേവയാനിന്റെ കയ്യിൽ ഒരു ആമ്പൽപ്പൂവാണുള്ളത്. എന്താണ് ഈ താമരയും ആമ്പലും? താമര സൂര്യനെ കാണുമ്പോൾ വിരിയുന്നതാണെങ്കിൽ ആമ്പല് ചന്ദ്രനെ കാണുമ്പോൾ വിരിയുന്ന പൂവാണ്. അപ്പൊ ഒന്ന് സൂര്യനാടിയും, എന്ത് രസകരമായിട്ടാണ് ഒരു സാഹിത്യത്തെ ആടെ കൊണ്ടുപോയി കെട്ടിയത് നോക്കൂ. സൂര്യനാടി പ്രധാനമാണ് ഇട എന്ന് പറയാൻ വേണ്ടി ആ ദേവതന്റെ കയ്യിൽ ഒരു താമരപ്പൂവും ദേവയാനിന്റെ കയ്യിൽ ഒരു ആമ്പൽ പൂവും കൊടുത്തതിന്റെ അതിന്റെ ഒരു കൺസെപ്റ്റ് ആലോചിച്ച്, ഒരു വലിയ കൺസെപ്റ്റ് എന്ത് രസകരമായിട്ടാണ് ഒരു ദേവതാ സങ്കല്പത്തിലേക്ക് കൊണ്ടുപോകുന്നത്. എന്തൊരു മനോഹരമാണ്. എത്ര ബുദ്ധിയുള്ള ആൾക്കാരായിരുന്നു, അല്ലെങ്കിൽ എത്ര കവിത്വമുള്ള ആൾക്കാരായിരുന്നു നമ്മുടെ പൂർവികർ എന്ന് ആലോചിച്ച് നോക്കും. അപ്പൊ അതിൽ നിന്ന് അതിനെ നമ്മൾ മനസ്സിലാക്കി എടുക്കണം. ഇതൊരു കോഡ് ഭാഷയാണ്. ഇത് നമ്മൾ ഡീകോഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ദേവതയുടെ കയ്യിലുള്ള ആയുധങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ അകത്തൊരു ആ ഭാഷ പഠിച്ചാൽ നിങ്ങൾക്ക് അതിനെ ഡീകോഡ് ചെയ്യാൻ പറ്റും. ആ ഭാഷ പഠിച്ചാൽ മാത്രമേ അതിന് ഡീകോഡ് ചെയ്യാൻ പറ്റൂ. അപ്പൊ ദേവതയുടെ കയ്യിലുള്ള ആയുധങ്ങൾ വെറുതെ കൊണ്ടുവച്ചല്ല, ആ ഓരോ ആയുധങ്ങളും ഓരോ മെസ്സേജാണ്. അതെന്താണ് എന്നുള്ളത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ പിങ്കള എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ദേവയാനി ഈ 2 നാഡികളിലൂടെ മൂലാധാരത്തിലുള്ള ഞാനെന്ന ബോധത്തെ പ്രപഞ്ചബോധത്തിലേക്ക് എത്തിക്കാനുള്ള 2 പദ്ധതികളായിട്ടാണ് ഇവിടെ ഈ 2 ക്രമങ്ങളെ പറഞ്ഞിട്ടുള്ളത്. രണ്ടും മുരുക ഉപാസനയിലൂടെ നടക്കണം എന്നുള്ളതാണ്. മുരുക ഉപാസന എന്ന് പറയുന്നത് ഭാരതത്തിലുണ്ടായ എല്ലാ ഉപാസനാ പദ്ധതികളും ഞാനെന്ന ബോധത്തെ പ്രപഞ്ചബോധത്തിലേക്ക് എത്തിക്കാനുള്ള പദ്ധതികളാണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് മുഴുവൻ. ഇവിടെ മുരുക രഹസ്യം എന്ന് പറയുന്നത് എന്താണ്? മുരുകന്റെ കയ്യിലെ വേല് അമ്മ കൊടുത്തതാണ്. വേല്, മുരുകൻ എന്നുള്ള പേര് തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം. മു എന്ന് പറഞ്ഞാൽ പൂന്തൻ എന്ന് പറയുന്ന വിഷ്ണു ആയിട്ടും, രു എന്ന് പറയുന്നത് രുദ്രന്റെ അംശമാണ് എന്നും, ക എന്ന് പറയുന്നത് ബ്രഹ്മാവ്, വിരിഞ്ചൻ എന്ന് വിളിക്കുന്ന ബ്രഹ്മാവിന്റെ അംശമാണ്. അല്ലെങ്കിൽ ഈ 3ഉം കൂടി ചേർന്നാണ് മുരുകൻ എന്ന് പറയാറുണ്ട്. ഇതിന് 3ന്റെ മുകളിലാണ് മുരുകൻ എന്ന് പറയാറുണ്ട്. അത് നമുക്ക് നോക്കിയാൽ അറിയാം. സഹസ്രാരത്തിലിരിക്കുന്ന ചൈതന്യമാണ് ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ. ബ്രഹ്മാവ് എന്ന് പറയുന്നത് മൂലാധാരം തൊട്ട് അനാഹതം വരെയുള്ള ഭാഗവും, അതുപോലെ അതിന് സൃഷ്ടിയാണ്. ബ്രഹ്മാവിന്റെ ഡ്യൂട്ടി സൃഷ്ടിയാണ്. അപ്പൊ നിങ്ങളെ സൃഷ്ടിപരമായ അവയവങ്ങൾ മുഴുവൻ കിടക്കുന്നത് മൂലാധാരം തൊട്ട് അനാഹതം വരെയുള്ള സ്ഥലത്താണ്. അനാഹതം തൊട്ട് ആജ്ഞ വരെയുള്ള സ്ഥലം സ്ഥിതിന്റെ സ്ഥലമാണ്, അത് വിഷ്ണുവാണ്. ഒരുപക്ഷെ നിങ്ങളുടെ സ്ഥിതിപരമായ ഹൃദയവും കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്ന അവിടെയാണ്. എന്നാൽ ആജ്ഞ മുതൽ സഹസ്രാരം വരെ ശിവനാണ്, രുദ്രനാണ്. സംഹാരപരമായ നമ്മളെ ചിന്തകൾ, അതുപോലെ തന്നെ അത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്ന അവിടെയാണ്. ഇപ്പൊ ബ്രഹ്മാവും വിഷ്ണു ശിവനും പുറത്തല്ല, നമ്മളെ ഉള്ളിൽ തന്നെയാണ്. നമ്മളെ ഉള്ളിലുള്ള 3 ചൈതന്യങ്ങളെയാണ് ബ്രഹ്മാവും വിഷ്ണുവും ശിവനുമായിട്ട് പറഞ്ഞത്. ഈ 3ന്റെയും അപ്പുറത്ത് 3ഉം കൂടി ചേർന്ന അവസ്ഥയാണ് മുരുകൻ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് മുരുകൻ ഈ പറഞ്ഞോണം കഥയിൽ നോക്കുന്ന സമയത്ത് ശിവന്റെ കുട്ടിയല്ലേ, അല്ലെങ്കിൽ ഈ കഥകളല്ല അവിടെ. ഇപ്പൊ കഥേനേക്കാൾ കൂടുതൽ എന്ന് മുരുക പുരാണം എന്നല്ലല്ലോ നമ്മൾ ഈ ക്ലാസ്സിന് പേര് കൊടുത്തത്, മുരുക രഹസ്യം എന്നല്ലേ. അതുകൊണ്ട് നമുക്ക് ആ രഹസ്യത്തിലേക്ക് തന്നെ കൊണ്ടുവരാം. ഈ 3 ശക്തികളും കൂടി ചേർന്നാണ് മുരുകൻ എന്ന് പറയാറുണ്ട്. അപ്പൊ ഇവിടെ ദേവയാനി ഈ 2 സാധകനെ സംബന്ധിച്ച് നമ്മുടെ ഉള്ളിലുള്ള ദേവ വിഷയങ്ങൾ, അതുപോലെ തന്നെ പിതൃവിഷയങ്ങളൊക്കെ നമ്മൾ രണ്ടായിട്ടാണ് ചെയ്യാറുള്ളത്. പലപ്പോഴും നമുക്കറിയാം എന്തുകൊണ്ടാണ് ബലിയിടുന്ന സമയത്ത് ഇടത് കാല് പടിഞ്ഞിരിക്കുന്നത് എന്ന് ചോദിച്ചാല് അത് ഇടാനാടി പ്രധാനമായ വിഷയങ്ങളായിട്ട് പറയാറുണ്ട്. ഇടതിന് എന്തുകൊണ്ട് ഇടത്തോട് തിരിയുക, ഇടത്തോട് തിരിയുക, ഇടത്ത് പൂണൂൽ എടുത്തിടുക,
ഇടത് കാല് പടിഞ്ഞിരിക്കുക എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ ഇട പിങ്കള എന്ന് പറയുന്ന 2 നാഡിയിലൂടെയാണ് എല്ലാ പ്രവർത്തനവും നമുക്ക് നടക്കുന്നത്. സാധനയെ സംബന്ധിച്ച് ഇടയും സുഷുമ്നയും കൂടി അല്ല നടക്കേണ്ടത്. ഇത് രണ്ടും കൂടി സുഷുമ്ന എന്ന് പറയുന്ന നാഡിയിലൂടെയാണ് കുണ്ടലിനി മുകളിലേക്ക് വരുന്നത്. ഞാൻ എന്ന ബോധമാണ് മൂലാധാരത്തിലുള്ളത്. ആ ബോധത്തെ ഉയർത്തി ഈശ്വരൻ ഞാനെന്ന ഭാവം അത് തോന്നായിക വേണം, തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നണമേ എന്നാണ് നമ്മുടെ പ്രാർത്ഥന. ഈ ചെറിയ ഞാനാണ് നമ്മുടെ ഉള്ളിൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഈ ഞാനിനെ ഇല്ലാണ്ടാക്കാൻ പറ്റില്ല. എന്നാൽ ഈ അഹങ്കാരത്തെ ഇല്ലാണ്ടാക്കാം, അഹംഭാവത്തെ ഇല്ലാണ്ടാക്കാം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ അഹങ്കാരം ഇല്ലാണ്ടാക്കാൻ പോവുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ അഹങ്കാരം. അവിടെ ഞാനുണ്ട്, ഞാൻ എൻ്റെ 2 പ്രാവശ്യം പറഞ്ഞിട്ടാണ് അഹങ്കാരത്തെ ഇല്ലാണ്ടാക്കാൻ പോവുക എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ആഗ്രഹം ഉണ്ട് നമുക്ക്. ഈ ആഗ്രഹം കുറച്ചുകൂടി വലുതാവുക. ഞാനിൽ നിന്നാണ് ആഗ്രഹം ഉണ്ടാവുന്നത്. അവിടെയാണ് നമ്മുടെ ഇച്ഛ ആണ് വള്ളി. അതുപോലെ തന്നെ ക്രിയ, അതിനെ എങ്ങനെയാണ് നടപ്പിലാക്കേണ്ടത്, അതിനെ എക്സിക്യൂട്ട് ചെയ്യലാണ് ദേവയാനി. എന്നാൽ അതിനുള്ള ജ്ഞാനമാണ് മുരുകൻ എന്ന് പറയാം. ജ്ഞാനം, അതുകൊണ്ട് തന്നെ ജ്ഞാനമായിട്ടാണ്, അല്ലെങ്കിൽ ജ്ഞാനത്തിന്റെ അധിപനായിട്ടാണ്, ജ്ഞാനത്തിന്റെ ഈശ്വരനായിട്ടാണ് പലപ്പോഴും നമുക്ക് ഭഗവാനെ, മുരുകനെ നമ്മൾ അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ നമ്മൾ കണക്കാക്കിയിട്ടുള്ളത്. പലപ്പോഴും അറിയാം, ജ്യോതിഷത്തിന്റെ ഒക്കെ ഒരു പ്രധാന ദേവതയായിട്ട് മുരുകനെയാണ് പറയാറ്. ജ്യോതിഷം, ആസ്ട്രോണമി ആയിക്കോട്ടെ, ആസ്ട്രോളജി ആയിക്കോട്ടെ, അറിവിന്റെ ദേവതയായിട്ട് മുരുകനെ പറയാറുണ്ട്. കാരണം ഈ ഇച്ഛ, നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന ആഗ്രഹത്തെ, എല്ലാത്തിന്റെയും തുടക്കം ആഗ്രഹമാണെന്ന് ഞാൻ പറഞ്ഞു. ഈ ആഗ്രഹത്തെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യണം, അത് നടപ്പിലാക്കാനുള്ള ശക്തി വേണം, അതിനുള്ള അറിവ് വേണം. ഇത് മൂന്നും, ഇച്ഛ, ജ്ഞാനം, ക്രിയ, ഇത് മൂന്നുമാണ് വള്ളി, ദേവസേന, മുരുകൻ എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ അത് ഇട, സുഷുമ്ന, പിങ്കള എന്ന് പറയുന്ന നമ്മുടെ ഉള്ളിലെ 3 നാഡികളാണ്. ഇനി അതിന്റെ രഹസ്യത്തിലേക്ക് വരാം. ഇതൊരു വലിയ രഹസ്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഷഡ്ചക്രങ്ങളുമായിട്ടുള്ള ബന്ധം പറഞ്ഞു. അതുപോലെ തന്നെ ശിവനും പാർവതിയും എന്നൊക്കെ പറയുന്ന ശിവകുടുംബം ആയിട്ട് നമ്മൾ ഇതിനെ പറയാറുണ്ട്. ഒക്കെ ആ 2 എക്സ്ട്രീം ഉണ്ട്. ശിവനും പാർവതിയും മനസ്സിന്റെ അപ്പുറത്തുള്ള തലമാണ് പരമശിവൻ, നമ്മൾ പറയുന്ന പരൻ ശിവൻ എന്ന് പറയുന്നത്. പാർവതി അതിന്റെ മനസ്സാണ്, അല്ലെങ്കിൽ അതിന്റെ ശക്തിയാണ്. ഗണപതിയും സുബ്രഹ്മണ്യനും മൂലാധാരവും സഹസ്രാരാണ്. സുബ്രഹ്മണ്യന് 6 ചക്രങ്ങളുടെയും ആധിപത്യമുണ്ട്. ജ്ഞാനം ആണ്, ഇച്ഛാ, ജ്ഞാനം, ക്രിയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇത്രയും നേരം കൊണ്ട് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി ഈ കാര്യങ്ങൾ അങ്ങനെയാണെങ്കിൽ എന്ത് ജ്ഞാനമാണ് നമുക്ക് വേണ്ടത്? എന്തുകൊണ്ടാണ് ഈ സിദ്ധന്മാരൊക്കെ ഇദ്ദേഹത്തെ, അല്ലെങ്കിൽ സിദ്ധി ഉണ്ടാവാൻ, അല്ലെങ്കിൽ കാര്യങ്ങൾ സാധിക്കാനൊക്കെ എവിടെയാണ് മുരുകൻ, എന്താണ് ചെയ്യേണ്ടത്? ഇപ്പൊ നമ്മളെ ഉള്ളിലുള്ള ഈ ഇച്ഛ, സൂര്യനാടി, ചന്ദ്രനാടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സൂര്യനും നാടി എന്നുള്ള നിലയ്ക്ക് എടുക്കേണ്ട സൂര്യൻ ശക്തിയുള്ള സമയത്ത് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ ആണ് നടപ്പിലാവുക. അത് പ്രകൃതി നമ്മളോടുള്ള ഒരു ബന്ധമാണ്. അപ്പൊ മുരുകനിലെ രഹസ്യത്തിൽ പറയുന്ന ഒരു സാധനം, നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾ ഒരു സങ്കല്പം എടുക്കുന്ന സമയത്ത്, നിങ്ങൾക്ക് നടക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് എടുക്കേണ്ട സമയത്ത്, നിങ്ങളുടെ സൂര്യനാടിയെ ആക്റ്റീവ് ആക്കി അതിനെ ഉണർത്തിയതിനു ശേഷം അതിൽ നിന്ന് നിങ്ങൾ ഒരു സങ്കല്പം എടുത്താൽ ആ സങ്കല്പം മാനിഫെസ്റ്റ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. ഇത് മുരുക രഹസ്യം, അല്ലെങ്കിൽ ഏറ്റവും രഹസ്യമായി പറഞ്ഞു വെച്ച ഒരു കാര്യമാണ്. അതിനെ ശ്വാസത്തെ എടുക്കുന്നു. എങ്ങനെയാണ് ഈ സൂര്യനാടിനെയും ചന്ദ്രനാടിനെ മാറ്റുക, അല്ലെങ്കിൽ സൂര്യൻ നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന സമയത്താണ് നിങ്ങൾ തീരുമാനം എടുക്കേണ്ടത് എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് എടുക്കുക, അല്ലെങ്കിൽ എങ്ങനെ അതിലേക്ക് കൊണ്ടുവരാം എന്ന് ചോദിച്ചാൽ അത് പ്രാണായാമത്തിലൂടെയാണ്. തമിഴിൽ അങ്ങനെ കുറെ ചൊല്ലുകൾ ഉണ്ട്. ഈ ശ്വാസത്തെ നമുക്കൊരു ശരനൂൽ ശാസ്ത്രം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ശരനൂൽ ശാസ്ത്രം, ശിവ സ്വരോദയം എന്നാണ് അതിന്റെ പേര്. ശ്വാസമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. ശ്വാസം ഏത് മൂക്കിലൂടെയാണ് വരുന്നത്, ഒരു കാര്യം നടക്കുന്ന സമയത്ത് ആ സമയത്ത് നിങ്ങളെ ശ്വാസം എവിടെയാണ് എന്ന് നോക്കിയിട്ട് ആണ് ഇതിനെ തീരുമാനിക്കുക. പലപ്പോഴും ജ്യോത്സ്യന്മാരൊക്കെ പ്രശ്നം വെക്കുന്ന സമയത്ത് ഈ രാശിയിലൂടെ ഇങ്ങനെ ഉരുട്ടി സ്ഥലത്ത് വെച്ചിട്ട് ഉടനെ അവർ ചെയ്യുന്ന പണി, കൈ എടുത്തിട്ട് ഈ മൂക്കിന് 2 സൈഡിലും ഇങ്ങനെ വെച്ച് നോക്കും. നമ്മൾ വിചാരിക്കും രാശിയിൽ എന്തോ കുഴപ്പമുണ്ട്, അയാൾ കഷ്ടം എന്ന് പറയാണ്. അങ്ങനെയാണ് ഒരു വിരൽ വെച്ചാൽ പോരെ. ഇങ്ങനെ എങ്ങനെ വെച്ച് നോക്കണം, 2 സ്ഥലത്ത് വെച്ച് നോക്കണം, കഷ്ടം എന്ന് പറയല്ല. ഏത് മൂക്കിലൂടെയാണ് ശ്വാസം വരുന്നത് നോക്കാം. എന്തിനാണ് അയാൾ ഏത് മൂക്കിലൂടെയാണ് ശ്വാസം വരുന്നത് നോക്കുന്നത്? ഏത് മൂക്കിലൂടെയാണോ ശ്വാസം വരുന്നത് അതിനനുസരിച്ച് ഫലത്തിൽ വ്യത്യാസം വരും. ഈ കണ്ട കാര്യങ്ങളൊക്കെ സത്യമാണോ, അത് നടക്കുമോ ഇല്ലയോ എന്നൊക്കെ അയാൾ പറയണമെങ്കിൽ
ഈ പ്രശ്നം വെക്കുന്ന ആളുടെ ആ സമയത്ത് അയാളുടെ ഏത് മൂക്കിലൂടെയാണ് ശ്വാസം വരുന്നത്. നോക്കൂ, നിങ്ങൾ പഴയ പ്രശ്നചാർട്ടൊക്കെ എടുത്തു നോക്കിയാൽ ആ പ്രശ്നചാർത്തിൽ തിഥി നക്ഷത്രമാക്കി കുറെ ഡാഷ് ഡാഷ് നോക്കി എഴുതിയിട്ട് അതിൻ്റെ അടിയിൽ വാമശരം അല്ലെങ്കിൽ ദക്ഷിണശരം എന്നെഴുതിയ കാണാം. അപ്പൊ വാമശരം എഴുതിയാൽ ഈ സമയത്ത് അയാൾ ഇടത്തെ മൂക്കിലൂടെയാണ് ശ്വാസം വന്നത്. ഇനി ദക്ഷിണശരം എഴുതിയാൽ ഈ സമയത്ത് ഇയാൾ വലത്തെ മൂക്കിലൂടെയാണ് ശ്വാസം വന്നത് എന്ന് മനസ്സിലാക്കണം. അപ്പൊ ഇടത്തെ മൂക്കിലൂടെയാണോ വലത്തെ മൂക്കിലൂടെയാണോ ആ സമയത്ത് അയാളുടെ ശ്വാസം വന്നത് എന്നുള്ളതിനനുസരിച്ച് ഈ രാശിയിൽ പറയുന്ന കാര്യങ്ങൾ നേരെ തിരിച്ചാവും. അപ്പൊ ചില കാര്യങ്ങൾ നടക്കുമെന്ന് ഉറപ്പിച്ച് പറയുന്ന കാര്യങ്ങൾ ഇത് നടക്കാൻ സാധ്യതയില്ല എന്ന് പറയേണ്ടി വരും. കാരണം എന്താ, ആ സമയത്ത് അയാളുടെ ചന്ദ്രനാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അത് ഫ്ലക്ച്വേഷൻ ഉണ്ട്. സൂര്യനാണെങ്കിൽ അത് നടക്കുന്ന ഉറപ്പ് പറയേണ്ടി വന്നു. അതിനെയാണ് ശരം എന്നാണ് ഒരു പറയാ. ശരം, വാമശരം ദക്ഷിണ ശരം എന്നൊക്കെയാണ് പറയാ. വാമശരം ദക്ഷിണ ശരം എന്നല്ല പറയേണ്ടത്, വാമ സ്വരം എന്നാണ്. എൻ്റെ പേര് സ്വരം എന്നാണ്. ശിവ സ്വരോദയം എന്ന് പറയുന്ന ഒരു പുസ്തകത്തിലാണ്, അല്ലെങ്കിൽ ഒരു ഗ്രന്ഥത്തിലാണ്, ഒരു പുസ്തകം എന്ന് പറഞ്ഞുകൂടെ, ഇത് ഗ്രന്ഥമാണ്. കാരണം ഈ ഒരു അറിവ് ശിവൻ പാർവതിയോട് പറഞ്ഞു കൊടുത്തൊരു അറിവാണ്. ശിവൻ പാർവതിയോട് എല്ലാ അറിവും ശിവൻ പാർവതിയോട് പറഞ്ഞു എന്നാണ് നമ്മൾ പറയാം. ഈ ശിവനും പാർവതിക്കും വേറെ ഒരു പണിയില്ലായിരുന്നു. 24 മണിക്കൂർ വരെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് കളിച്ചിട്ടാണോ വെച്ചല്ല. ഈ ശിവൻ പാർവതിയോട് പറഞ്ഞു, ഏതോ ഒരാൾ തപസ് ചെയ്തപ്പം അയാളെ മനസ്സിലേക്ക് ഒരു ഐഡിയ വന്നു. അപ്പൊ അയാൾക്ക് മനസ്സിലായത് എന്റെ ബുദ്ധിയിൽ ഉദിച്ച സാധനമല്ല, അത് ഞാൻ തപസ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയതാ. അപ്പൊ ഞാൻ ആരെ ഉപാസിച്ചപ്പോഴാ, ശിവനെ ഉപാസിച്ചപ്പോഴാ കിട്ടിയത്. അപ്പൊ അത് ശിവന്റെതാണ്, അത് എന്റെ മനസ്സിലേക്ക് വന്നല്ലേ. അപ്പൊ ശിവൻ പാർവതിയോട് പറഞ്ഞാണ്, മനസ്സിന്റെ അപ്പുറത്തുള്ള തലത്തുനിന്ന് മനസ്സിലേക്ക് എനിക്ക് അതിൽ കർത്തൃത്വമല്ല, അത് എന്റേതല്ല. അങ്ങനെയാണ് ശിവൻ പാർവതിയോട് പറഞ്ഞു എഴുതിയേക്കുന്നത്. അപ്പൊ എല്ലാ അറിവും ഏതൊരാളെ എഴുതിയായിരിക്കും, പക്ഷെ അതൊരു അയാൾക്ക് അയാളെ തപസ്സിന് കിട്ടിയതുകൊണ്ട് ശിവൻ പാർവതിയോട് പറഞ്ഞു എന്ന് പറയാം. ശിവസ്വരോദയം അങ്ങനെ പറയുന്ന ഒരു ടെക്സ്റ്റാണ്. ഇവിടെയൊക്കെ ശ്വാസത്തിന്റെ ഗതിയെ കുറിച്ച് പറയുന്നുണ്ട്. എവിടെയാണ് ശ്വാസം എന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഒരു 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 വഴിക്ക് നിങ്ങളെ ഒരു പരീക്ഷയ്ക്ക് ഇറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു കാര്യം നടക്കാൻ പോകുമ്പോൾ കൈ വെച്ച് നോക്കിയിട്ട് ഏത് ഭാഗത്താണ് ശ്വാസം വരുന്നത് എന്ന് നോക്കിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് വലത്തെ മൂക്കിലൂടെയാണ് ശ്വാസം വരുന്നതെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോയിക്കോളൂ. ഇടത്തെ മൂക്കിലൂടെ ആണെങ്കിൽ അത് നടക്കാനുള്ള സാധ്യത കുറവാണ്. ഇത് ഇങ്ങനെ തന്നെയാണെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല. ഞാനത് മുമ്പ് വായിച്ച ഒരു പരിചയം മാത്രമേ, ഞാൻ എക്സ്പെർട്ട് അല്ല. ഇപ്പൊ നാളെ മുതൽ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഭാര്യയോട് നിൽക്കവിടെ എന്ന് പറഞ്ഞിട്ട് മൂക്ക് ഞാൻ നോക്കിയിട്ട് ഈ മൂക്കിൽ കൈയിട്ട് നോക്കണ്ട. കാരണം അത് എനിക്ക് അതിനെ പറ്റി വലിയ വ്യക്തമായ ധാരണ അല്ല. അത് പഠിച്ചതിന് ശേഷം പണിക്ക് ഇറങ്ങിയാൽ മതി. അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറയാൻ പാടില്ലല്ലോ. അപ്പൊ അങ്ങനെ ആ സൂര്യ നാഡിയില് വള്ളി ആക്റ്റീവ് ആയിരിക്കുന്ന സമയത്ത്, വള്ളി ശക്തിയാണ് വള്ളി അല്ലെ. വള്ളി ഇല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ട് ശിവന് ശക്തി കൊടുക്കുന്നത് വള്ളിയാണ് എന്ന് പറയും. ശിവന്റെ ശക്തിയാണ് എന്ത് വള്ളി. ശക്തി ഇല്ലെങ്കിൽ ശിവനാരായി, വള്ളി ഇല്ലെങ്കിൽ ശിവനാരായി. ശിവന്റെ വള്ളി ദേവിന്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ ശിവൻ ശവമായി എന്ന് പറയാം. അപ്പൊ അവിടെ ഈ ഒരു രഹസ്യമാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. വള്ളി വലത്ത് വശത്താണ്, വള്ളി വലത്ത് സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. വള്ളി ദേവി വലത്ത് വശത്താണ്, ദേവയാനി ഇടത്ത് ഭാഗത്തും. സൂര്യനാഡി ആണ്. അപ്പം വലത്ത് വശത്തായിരിക്കുമ്പോൾ ശ്വാസം, നാഡി വലത്തായിരിക്കുമ്പം നിങ്ങളൊരു സങ്കല്പം ചെയ്താൽ ഇവയെല്ലാം സൂര്യനാഡിലും ഇതാണ് ഇതിന്റെ രഹസ്യം. ഇടത് മൂക്കിലൂടെ ശ്വാസം എടുത്ത് വലത് മൂക്കിലൂടെ ശ്വാസം വിടുകയും ഇടത് നിന്ന് ശ്വാസം എടുത്ത് ആദ്യം നമ്മൾ ഇടത്തെ മൂക്കിലൂടെ ശ്വാസം എടുത്ത് ശ്വാസം പുറത്തേക്ക് വിടുക, വലത്തെ മൂക്കിലൂടെ ശ്വാസം എടുത്ത് ശ്വാസം പുറത്തേക്ക് വിടുക. അതിനുശേഷം വലത്ത് നിന്ന് ആരംഭിച്ച് ഇടത്ത് ശ്വസിക്കുക, ഇടത് നിന്ന് ആരംഭിച്ച് വലതിലേക്ക് ശ്വസിക്കുക അല്ലേ. അപ്പൊ ഇങ്ങനെ ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങളൊരു സങ്കല്പം വെച്ചാൽ നിങ്ങളെ സൂര്യനാഡിയാണ് അത് ആക്റ്റീവ് ആവുന്നത്. സൂര്യനാഡി ആക്റ്റീവ് ആവുന്ന സമയത്ത്, അല്ലെ ഉണർന്നിരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് യാത്രയ്ക്ക് പോയാലും, അപ്പൊ ഞാൻ പറഞ്ഞ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മളെ ശ്വാസം നോക്കിയിട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. അപ്പൊ ആ സമയത്ത് അടുത്താണെങ്കിൽ അന്ന് പരീക്ഷയ്ക്ക് പോകണ്ട, വീട്ടിലിരിക്കാം. ഇനി ശ്വാസം വലത്തോട്ട് വരുന്ന സമയത്ത് മാത്രം ഞാൻ പരീക്ഷയ്ക്ക് പോകുന്നുള്ളൂ അമ്മേ എന്ന് പറയാൻ പറ്റില്ലല്ലോ നമുക്ക്. കാരണം പരീക്ഷ തീരുമാനിക്കും നമ്മളല്ലല്ലോ. PSC പരീക്ഷ വിളിച്ചറിയാം, ശ്വാസം അടുത്താണ് നാളേക്ക് മാറ്റാൻ പറ്റുമോ എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ശ്വാസത്തിനനുസരിച്ച് ഈ പണിക്ക് പോലെ നടക്കില്ല. പിന്നെന്താ അടുത്ത പണി? നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ശ്വാസം നേരെയാക്കി പോവുക എന്നുള്ളതേ പറ്റും. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ എപ്പം ശുഭസങ്കല്പം എടുക്കുന്ന സമയത്ത്
ഏതെങ്കിലും കാര്യങ്ങൾ എടുക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഇടയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഇപ്പൊ നല്ലൊരു കല്യാണ നിശ്ചയത്തിന് പോവുക, ഒരു വീടുണ്ടാക്കാൻ പോവുക, ബാങ്കിൽ ലോൺ എടുക്കുന്നതിൽ പെടും എനിക്കറിയില്ല കേട്ടോ. പെടാൻ മതി, കാരണം അതൊക്കെ ഒരേ കാര്യമാണല്ലോ. ഇങ്ങനെ എന്ത് കാര്യത്തിന് പോകുമ്പോഴും ഈ ശുഭ സങ്കല്പം വെക്കുക. അതിന് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ കാര്യം നടക്കും എന്നുള്ളതാണ് മുരുക രഹസ്യത്തിൽ പറയുന്നത്. മുരുക രഹസ്യം എന്ന് പറയുന്നത് മാത്രമല്ല, ബാക്കിയൊക്കെ മുരുകന്റെ പരസ്യമായ കാര്യങ്ങളാണ്. 2 ഭാര്യയുള്ളതൊക്കെ ഭയങ്കര പരസ്യമാണ്, കാരണം അതിലൊന്നും യാതൊരു രഹസ്യമില്ല. ഇത് രഹസ്യമാണ്. ഈ സാധനം എങ്ങനെയാണ് നമ്മളൊന്ന് വെറുതെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കും. ഏതെങ്കിലും ഒരു സങ്കല്പം നമ്മളിപ്പോൾ വെക്കും, നമുക്ക് നടക്കേണ്ട ഏതെങ്കിലും ഒരൊറ്റ സങ്കല്പം നമുക്ക് എത്രത്തോളം എഫക്റ്റീവ് ആണ് എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് അത് ചെയ്തു നോക്കാം. മുരുക രഹസ്യം നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോവാണ്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് പിന്നെ അങ്ങോട്ട് സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ മുരുക രഹസ്യം പ്രാക്ടീസ് ചെയ്യാൻ പോവാണ്. മുരുകൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, മേഘത്തിന്റെ അപ്പുറത്ത് എവിടെയോ ഒളിച്ചിരിക്കുന്ന ദേവനല്ല. ആ ദേവനെ മണിയടിച്ചിട്ട് നമ്മൾ കൊടുക്കുന്ന ത്രിമധുരവും പഞ്ചാമൃതവും കൂടി മൂപ്പര കഴിച്ചിട്ട് നമ്മൾ അനുഗ്രഹിക്കല്ല. കാരണം ഇത്രയും കാലം അങ്ങനെ ഭക്ഷണം കിട്ടാണ്ട് കളിക്കാണല്ലോ നമ്മളെ പഞ്ചാമൃതം കഴിച്ചിട്ട് സന്തോഷിക്കുമ്പോൾ കാര്യങ്ങൾ തരാൻ വേണ്ടിയിട്ട്. അതല്ല, പഞ്ചാമൃതം പഞ്ചഭൂതങ്ങളുടെ പ്രതീകമാണ്, ഒക്കെ ശരീരം തന്നെയാണ്. നമ്മളെ ഉള്ളിലുള്ള ദേവതാ ശക്തിയെ, ചൈതന്യത്തെ വളർത്തി ഞാൻ ദേവനായി വരിക എന്നുള്ളതാണ് എല്ലാ പൂജകളും ഉദ്ദേശിക്കുന്നത്. എവിടെയോ കിടക്കുന്ന വിധിക്കുന്ന ദൈവങ്ങളെ പൂജിച്ച് അവരെ മണിയടിച്ച് അവരോട് കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ കാര്യങ്ങൾ ചുളുവിൽ നേടിയെടുക്കുന്ന പരിപാടി അല്ല നമ്മളെ പരിപാടി. അത് നമ്മളെ ഇടപാടല്ല അല്ലേ. ഏതോ മേഘങ്ങളപ്പുറത്ത് ദേവനെയൊക്കെ വിളിച്ചു വരുത്തി വന്നിട്ട് നമ്മളെ പായസം കൊടുത്ത് ആ പായസം കിട്ടി സന്തോഷമായിട്ട് നിനക്ക് എന്താ വേണ്ടതെന്ന് വെച്ചിട്ട് ആ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് നടപ്പിലാക്കി തരും എന്നുള്ള സങ്കല്പം നമ്മളതല്ല. എൻ്റെ ഉള്ളിലെ ദേവതാ ചൈതന്യത്തെ വർദ്ധിപ്പിച്ച് എപ്പോഴും ഞാൻ പൂർണ്ണമായും ദേവതയായി മാറും. അപ്പൊ ഇവിടെ അതിൽ കുറഞ്ഞ പരിപാടി ഇവിടെ അല്ല. എന്താ വേണ്ടതെന്ന് വെച്ചാൽ എനിക്ക് ദേവനാവണം, അതാണ് നമ്മളെ മിനിമം ആവശ്യം. എനിക്ക് ഈശ്വരനായി തീരണം, അതിൽ താഴെയുള്ള ഒന്നും എനിക്ക് വേണ്ട. ഇതുപോലെ എന്തെങ്കിലും സാധനങ്ങൾ തന്നിട്ട് പോകാൻ പറഞ്ഞാലും നമ്മൾ പോകില്ല അല്ലെ. ഭാരതത്തിൽ ഇവിടെ ഉണ്ടായ എല്ലാ പദ്ധതികളും ഈശ്വരനായി ഉയരാനുള്ള, അത് ശിവം ഭുക്ത ശിവം ചെയ്ത് ശിവനായി തീരുക, എന്നാലും മാത്രമേ നമുക്ക് ശിവനോട് സംവദിക്കാൻ പറ്റൂ. നിങ്ങൾ മനുഷ്യനായിരുന്നുണ്ടെങ്കിൽ ശിവനോട് ഒരിക്കലും സംവദിക്കാൻ പറ്റില്ല. നിങ്ങൾ ശിവനോട് സംവദിക്കണമെങ്കിൽ ശിവനാവണം, നിങ്ങൾ ദേവിനോട് സംവദിക്കണമെങ്കിൽ നിങ്ങൾ ദേവി ആവണം, നിങ്ങൾക്ക് ആരോട് സംവദിക്കണമെങ്കിലും നമ്മളതാവണം എന്ന് പറയാം. അതാവുക മീൻസ് അതായിത്തീല തന്നെ, പിന്നെ ആരോട് സംവദിക്കാനാ? ഇപ്പൊ മുരുകൻ വേറെ എവിടെയോ ഉള്ള ദേവതയല്ല, നമ്മൾ ഓരോരുത്തരും മുരുകന്മാരാണ്. നമ്മളെ ഉള്ളിലുള്ള മുരുകന്റെ ശക്തി ഉണർത്തിയെടുക്കുക, അത് നമ്മളെ ഇച്ഛാശക്തിയും ക്രിയാശക്തിയും ഞാനാണ്. നമുക്ക് ഇച്ഛാശക്തി, നമുക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ ആഗ്രഹമില്ലാത്ത ഒരു മനുഷ്യനും ഭൂമിയിലില്ല അല്ലേ. ചില ആൾക്കാർ പറയും എനിക്ക് ഒരാഗ്രഹവും ഉണ്ടാവരുത് എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. അത് അയാൾ ഭയങ്കര ആഗ്രഹമല്ലേ. ഒരാഗ്രഹവും ഉണ്ടാവരുത് എന്നുള്ളതല്ല അയാളെ ഏറ്റവും വലിയ ആഗ്രഹം. അതിനേക്കാൾ നല്ല BMW കാറ് വേണം ആഗ്രഹിക്കല്ലേ, പിന്നെ കിട്ടാൻ സാധ്യതയല്ലേ. ചില ആൾക്കാർ പറയും മോക്ഷം ഉണ്ടാവണമെങ്കിൽ ഒന്നും വേണമെങ്കിൽ മോക്ഷം മാത്രം മതിതാ, അത് അത്യാഗ്രഹമല്ലേ അയാളെ അല്ലേ. മനുഷ്യന്മാർ പറയും എനിക്ക് ആഗ്രഹമില്ല നോക്കാം, എന്നിട്ട് വലിയ വലിയ ആഗ്രഹങ്ങൾ. അപ്പൊ ആഗ്രഹമില്ലാത്ത ഒരു മനുഷ്യനും ഭൂമിയിലില്ല. എനിക്കൊരു ആഗ്രഹം ഉണ്ടാവരുന്നതാണ് എന്റെ പ്രാർത്ഥന, അത് അയാളെ ആഗ്രഹമാണ്. അപ്പൊ എന്താണെങ്കിലും ഇതിനെ മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. മാനിഫെസ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും വഴിയുണ്ടോ? അത് ചെയ്യാത്ത, അത് മാനിഫെസ്റ്റ് അത് നടക്കുന്നില്ല എന്ന് തോന്നുമ്പോഴാണ് നമുക്ക് ദുഃഖം ഉണ്ടാകുന്നത്. ആഗ്രഹമല്ല മനുഷ്യന്റെ ദുഃഖത്തിന് കാരണം, ആഗ്രഹം നടക്കാത്തതാണ് മനുഷ്യന്റെ ദുഃഖത്തിന് കാരണം അല്ലെ. ആരോ പറഞ്ഞത് ആഗ്രഹമാണ് മനുഷ്യന്റെ ദുഃഖത്തിന് കാരണം. അല്ല, ആഗ്രഹം നടക്കാത്തതാണ് മനുഷ്യന്റെ ദുഃഖത്തിന്റെ കാരണം. ആഗ്രഹം നടന്നിട്ടുണ്ടെങ്കിൽ അവന് ദുഃഖം ഉണ്ടാവില്ല. അപ്പൊ അടുത്ത ആഗ്രഹം നമ്മൾ വെക്കും, അത്രയേ ഉള്ളൂ. അപ്പൊ അതെങ്ങനെയാണ് മാനിഫെസ്റ്റ് ചെയ്യുക? കാരണം നമ്മളെ സംബന്ധിച്ച് ഈ നടക്കാത്ത ആഗ്രഹങ്ങളോ നടക്കലാൻ വിചാരിച്ചിട്ട് ആഗ്രഹിക്കാതിരിക്കണം എന്ന് പറയുന്ന ആൾക്കാരല്ല നമ്മുടെ പൂർവികരെ. നിങ്ങൾ ഭൂമിയിലുള്ള സകല സമൃദ്ധിയെയും അനുഭവിക്കണം എന്നാണ് നമ്മളെ പൂർവികർ പറഞ്ഞത്. കാരണം ഭാരതം സന്യാസിമാരുടെ നാടല്ല, ഭാരതം ഋഷിമാരുടെ നാടാണ്. ഋഷി എന്ന് പറഞ്ഞാൽ വളരെ സമ്പന്നനാണ് അയാള്. പറഞ്ഞോണം ധാരാളം സമ്പത്തോടു കൂടി പണ്ടത്തെ ഋഷിമാരൊക്കെ ഓരോ വാദപ്രതിവാദത്തിലൊക്കെ പങ്കെടുത്താല് അതില് അവർക്ക് കിട്ടുക കൊമ്പും കുളമ്പും സ്വർണത്തിൽ കെട്ടിയ 1000 പശുവിനൊക്കെ കിട്ടുക. ഈ 1000 പശുവിനെ കൊമ്പും കുളമ്പും കെട്ടിയ 1000 പശുവിനെ കിട്ടിയ ഇയാള് കൊണ്ടൊക്കെ സ്ഥലം വേണ്ടേ. അപ്പൊ അയാൾ ആരായിരിക്കണം? സ്വർണത്തിൽ കെട്ടിയ സാധനം അല്ലേ. അപ്പൊ അവരൊക്കെ വളരെ സമൃദ്ധിയുള്ള നാടായിരുന്നു. ലോകത്തെ ഏറ്റവും സമ്പത്തുള്ള നാടായിരുന്നു ഭാരതം. എന്തുകൊണ്ടാണ്? ആ സമ്പത്ത് ഉണ്ടാക്കാനുള്ള പണിമൊക്കെ അറിയായിരുന്നു. ശ്രീലങ്ക രാവണന്റെ സമയത്ത് ശ്രീലങ്ക സ്വർണ്ണമയി ലങ്ക എന്നായിരുന്നു. അതായത് മൂപ്പര് കൊട്ടാരത്തിന്റെ മതിലൊക്കെ സ്വർണം കൊണ്ടായിരുന്നു അല്ലെ. നമ്മളിപ്പോ എന്തിനാ വീടിന് മതിലിട്ടുന്നത്? ആകെ വീട്ടിലുള്ള 5 പവന്റെ മാല ആരെങ്കിലും കട്ടിൽ ധരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മതിലിട്ടുന്നത്. മൂപ്പരെ മതിൽ തന്നെ സ്വർണം കൊണ്ടായിരുന്നാ.
അപ്പൊ അതിന്റെ ഒരു അവസ്ഥ ആലോചിച്ചൊക്കെ എത്ര സമ്പന്നായിരുന്നു. കാരണം അത് മൂപ്പര് പഠിച്ചത് ആൽക്കമി ഉള്ളതുകൊണ്ടാണ് അത്രയും സമ്പത്ത്. അല്ലാണ്ട് കുഴിച്ചെടുക്കാൻ മാത്രം ഇത്രയൊന്നും സ്വർണം ആളെ കിട്ടാൻ സാധ്യതയില്ല. അപ്പൊ അത്രയും സമ്പത്ത് ഉണ്ട്, അല്ലെ, സമൃദ്ധി ഉണ്ടായിരുന്നല്ലോ. ഭാരതം മുഴുവൻ സമൃദ്ധി അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ എവിടെ നിന്നാണ് ഈ സമൃദ്ധി ഉണ്ടായത് എന്ന് ചോദിച്ചാൽ അതിന്റെ പദ്ധതി നമുക്കറിയായിരുന്നു. ആ പദ്ധതി നമ്മളെ പൂർവീകർ നമുക്ക് തന്നതാണ്. എന്തിനെയാണോ നമുക്ക്, എന്തുകൊണ്ടാണ് പിന്നെ ഇതൊക്കെ രഹസ്യമാക്കി വെക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇത് ആവശ്യമുള്ള ആൾക്കാർ കൊടുത്തിട്ടേ കാര്യമുള്ളൂ. ഇത് നന്മ ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് കൊടുത്തിട്ടല്ലേ കാര്യമുള്ളൂ. ഈ തിന്മ ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ തോക്കാണ് നല്ലതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അത് പോലീസുകാരന്റെ കൈ കിട്ടിയിട്ടല്ലേ കാര്യമുള്ളൂ. കൊള്ളക്കാരന്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അത് വലിയ അപകടമല്ലേ. അപ്പം ആരെ കയ്യിൽ ആരിത് ഉപയോഗിക്കുന്നു, ആരെ കയ്യിൽ കിട്ടുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അതുകൊണ്ടാണ് പല കാര്യങ്ങളും രഹസ്യമായി സൂക്ഷിക്കുന്നത്. യോഗ്യതയുള്ള ആൾക്കാർക്ക് മാത്രം കിട്ടിയാൽ മതി. അത്രയും യോഗ്യതയുള്ള ആൾക്കാർ വരുമ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പൊ അത് ഫേസ്ബുക്കിൽ പറയണമെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ സൂമിൽ പറയണമെന്ന് വെച്ചാൽ, നിങ്ങളൊക്കെ നല്ല ആൾക്കാരാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ്, അതാണ് അതിന്റെ ഉത്തരം. നിങ്ങൾ നല്ലതേ ചെയ്യും, അല്ലേ. പിന്നെ വേറെ നമ്മളെങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. ഒരു എല്ലാ മന്ത്രത്തിനും ഗുരുവിന്റെ ഒരു ശാപമുണ്ട്. എന്താ ഇത്? അതുപോലെ ഈ കാര്യങ്ങളൊക്കെ നല്ല കാര്യത്തിന് ഉപയോഗിക്കുക, ആർക്ക് ഉപകാരമുള്ള കാര്യത്തിനൊക്കെ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് നടക്കും. ഇല്ലെങ്കിൽ അതിനൊരു ഫലമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അടുത്ത വീട്ടിലെ ആള് കഴിഞ്ഞ ആഴ്ച ഒരു കാറ് വാങ്ങിയിട്ടുണ്ട്. അതിന് അന്നേരം എൻ്റെ ഉറക്ക് നഷ്ടപ്പെട്ടാണ്. അതിന്റെ മുകളിൽ ഒരു നാളികേരം വീണ് എൻ്റെ ഗ്ലാസ് പൊട്ടിയാൽ മാത്രമേ എനിക്ക് സമാധാനം ഉണ്ടാവും. അപ്പൊ ശ്വാസം എവിടെ വെച്ചിട്ടാണ് ആഗ്രഹിക്കേണ്ടത് എന്നോട് ചോദിക്കരുത്. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് നിങ്ങൾ ഉപയോഗിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ട് നമുക്കത് ചെയ്തു നോക്കാം. ഇത് എന്തെങ്കിലും ഒരു സങ്കല്പം, ഏതെങ്കിലും ഒരു സങ്കല്പം നമുക്ക് വെക്കാം. എന്തെങ്കിലും ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് നടക്കേണ്ട ഒരു കാര്യം, ഒരു സാധനം വെക്കുക, സങ്കല്പം. അത് ഒന്നോ രണ്ടോ മൂന്നോ നാലോ പ്രാവശ്യം ആലോചിക്കുക. ഇത് ഏതെങ്കിലും വ്യക്തിക്ക് ശാരീരികമായിട്ടോ അയാളുടെ സ്വാതന്ത്ര്യത്തെ, ഏതെങ്കിലും വ്യക്തികളെയോ ഏതെങ്കിലും സംവിധാനത്തെയോ ഇതിന്റെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുന്നതാണോ? അല്ല, ഇത് എൻ്റെ മാത്രം കാര്യമാണ്. എൻ്റെ കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എൻ്റെ ഭർത്താവ് നന്നാണോ, എൻ്റെ മക്കൾ നന്നാണോ എന്ന് നിങ്ങൾ വിചാരിക്കരുത്. കാരണം അവർ ഓൾറെഡി നല്ലതാണ്. നിങ്ങളെ റിമോട്ടിൽ അവർ പ്രവർത്തിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അത് മോശം എൻ്റെ അഭിപ്രായമില്ല. അമ്മാരി ഓരോ ഇടപാടായിട്ട് കൊണ്ട് വരരുത്. എനിക്ക് സുഖം ഉണ്ടാവണം, എനിക്ക് സന്തോഷം ഉണ്ടാവണം, ഞാൻ ആരോഗ്യം ഉണ്ടാവണം, അല്ലെങ്കിൽ ഇപ്പൊ എന്തോ ഒരു അസുഖം ഉണ്ട് അത് മാറണം, അല്ലെങ്കിൽ ഒരു സാമ്പത്തികമായ ഒരു ക്രൈസിസ് ഉണ്ട് അത് ഇത്ര സമയം കൊണ്ട് മാറണം. അങ്ങനെ എന്തെങ്കിലും ഒരു സബ്ജക്റ്റിനെ നമ്മൾ ഈ ഒരു മുരുകന്റെ രഹസ്യത്തിൽ വളരെ ആധികാരികമായി പറഞ്ഞു വെച്ചൊരു പദ്ധതിയാണ്. അതാണ് നമ്മൾ ചെയ്തു നോക്കുന്നത്. അപ്പം ചെറിയൊരു പദ്ധതിയാണ്, ഒരു 5 മിനിറ്റിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അത് നമ്മൾ ചെയ്തു നോക്കും. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ നട്ടല് ഉള്ളവർക്ക് നിവർത്തിരിക്കാം. അപ്പൊ എന്താണ് നമ്മൾ ആദ്യം ഒരു സങ്കല്പം, ഒറ്റ സങ്കല്പം മാത്രം നമുക്ക് വെക്കാം. ഏതെങ്കിലും ഒരു കാര്യം സങ്കല്പമായിട്ട് വെക്കാം. അത് മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെ പൂർണ്ണമായും ധാർമ്മികമായതാണ് എന്ന് നമ്മൾ വീണ്ടും ചെക്ക് ചെയ്യാം. യാതൊരു അധാർമികത ഇല്ല എന്ന് ഉറപ്പിക്കാം. ഞാൻ ആ സങ്കല്പം വെക്കാൻ പറയുന്ന സമയത്ത് നമ്മൾ ആ സങ്കല്പം വെക്കും. ഓക്കെ, കണ്ണടച്ചു വെക്കാം. വലത് കൈ മൂക്കിനടുത്തേക്ക് കൊണ്ടുപോവാം. എന്നിട്ട് വലത് മൂക്ക് പൊത്തിപ്പിടിച്ച് ഇടത് മൂക്കിലൂടെ ദീർഘമായി ശ്വാസം എടുക്കുക. ഇടത് മൂക്കിലൂടെ തന്നെ ആ ശ്വാസം പുറത്തേക്ക് വരണം. എത്രത്തോളം ഡീപ്പായിട്ട് ശ്വാസം എടുക്കാൻ പറ്റുമോ അത്രത്തോളം ആഴത്തിൽ ശ്വാസം എടുക്കും. അങ്ങനെ 3 പ്രാവശ്യം ചെയ്യാം. വലത് മൂക്ക് പൊത്തിപ്പിടിക്കുന്നു, ഇടത് മൂക്കിലൂടെ നമ്മൾ ശ്വാസം എടുക്കുന്നു. നമ്മളെ ബോഡി നിറച്ചും ശ്വാസം എടുക്കാം. നമ്മൾ ഓരോ കോശങ്ങളിലും ശ്വാസം നിറയുന്നത് വരെ നമ്മൾ ശ്വാസം എടുക്കുക. പറ്റുന്ന അത്രയും ഹോൾഡ് ചെയ്യുക. ശ്വാസം പൂർണ്ണമായി പുറത്തേക്ക് വിടുക. ഇടത് മൂക്കിലൂടെ അങ്ങനെ 3 പ്രാവശ്യം ചെയ്യാം. ശേഷം വലത് മൂക്കിലൂടെ, ഇടത് മൂക്ക് പൊത്തിപ്പിടിക്കുക, വലത് നാസാദ്വാരത്തിലൂടെ ശ്വാസം പൂർണ്ണമായി ഉള്ളിലേക്ക് എടുക്കുക.
നമ്മളെ ഹൃദയം നിറയുന്ന അത്രയും ശ്വാസം എടുക്കുക. എത്ര സമയം നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുമോ അത്രയും സമയം ഹോൾഡ് ചെയ്യാം. വലത് മൂക്കിലൂടെ തന്നെ ശ്വാസം പുറത്തേക്ക് വിടുക. മൂന്ന് പ്രാവശ്യം വലത്തെ മൂക്കിലൂടെ ശ്വാസം എടുത്ത് ശ്വാസം പുറത്തേക്ക്. വലത് മൂക്കിലൂടെ പൂർണ്ണമായും ശ്വാസകത്തേക്ക് എടുക്കുക. ഇടത് മൂക്ക് പൊത്തിപ്പിടിച്ച് വലത് മൂക്കിലൂടെ ശ്വാസം പൂർണ്ണമായി അകത്തേക്ക് എടുക്കുക. നിങ്ങളെ സൂര്യനാഡിയായ വള്ളി ദേവി, വള്ളി ദേവത സുഷുമ്ന സുബ്രഹ്മണ്യനാണ്. വള്ളി പിങ്കളയാണ്. ദേവയാനി ഇടയാണ്. സൂര്യനാഡി പൂർണ്ണമായും ആ ശ്വാസത്താൽ കൂടുതൽ ഊർജമുള്ളതായിരിക്കുന്നു. വലത് മൂക്കിലൂടെ ശ്വാസം എടുത്ത് കഴിയുന്ന അത്രയും ഹോൾഡ് ചെയ്യുക. ഇടത് മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് ഇടുക. ശ്വാസത്തെ പൂർണ്ണമായും പുറത്തു നിർത്തി സൂര്യനാഡി ഏറ്റവും തേജസ്സോടു കൂടി നിൽക്കുന്നു. ശ്വാസത്തെ പൂർണ്ണമായും പുറത്തു നിർത്തിയതിനു ശേഷം നിങ്ങൾക്ക് എന്ത് കാര്യമാണോ നടക്കേണ്ടത്, എന്താണോ സങ്കല്പം വെക്കേണ്ടത്, അത് സങ്കല്പമായിട്ട് വെക്കുക. ശ്വാസം ഹോൾഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് ശ്വാസം എടുക്കാം. ഇടത് മൂക്കിലൂടെ ശ്വാസം എടുക്കുക. വലത് മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. വീണ്ടും വലത് മൂക്കിലൂടെ ശ്വാസം പൂർണ്ണമായും അകത്തേക്ക് എടുക്കുക. പരമാവധി ഹോൾഡ് ചെയ്യുക. ഇടത് മൂക്കിലൂടെ ശ്വാസം പൂർണ്ണമായും പുറത്തേക്ക് വിടുക. സൂര്യനാഡി ഏറ്റവും ആക്റ്റീവായി നിൽക്കുന്നു, ഏറ്റവും പവർഫുൾ ആയി നിൽക്കുന്നു. ശ്വാസത്തെ പൂർണ്ണമായും പുറത്തു നിർത്തി സങ്കല്പം വയ്ക്കാം. നിങ്ങൾക്ക് എന്താണോ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായി അത്യാവശ്യം നടക്കേണ്ട ഒരു കാര്യം, അത് സങ്കല്പമായിട്ട് വയ്ക്കാം. ശ്വാസത്തിന് ബുദ്ധിമുട്ട് വരുമ്പോൾ ശ്വാസം എടുക്കാം. ഇടത് മൂക്കിലോട്ട് ശ്വാസം എടുക്കാം. വലത് മൂക്കിലൂടെ പുറത്തേക്ക് വിടാം. ഒരു പ്രാവശ്യം കൂടി വലത് മൂക്കിലൂടെ പൂർണ്ണമായും ശ്വാസം എടുക്കുക, ഹോൾഡ് ചെയ്യുക. ഇടത് മൂക്കിലൂടെ പൂർണ്ണമായും ശ്വാസം പുറത്തേക്ക് വിടാം. സൂര്യനാഡി, വള്ളി ദേവത, നമ്മളുടെ ഉള്ളിലെ വള്ളി പ്രകൃതിയാണ്, സൂര്യനാഡിയാണ്, ഇച്ഛാശക്തിയാണ്. ആ ഇച്ഛാശക്തി പ്രപഞ്ചവുമായി കണക്റ്റഡ് ആണ്, പ്രപഞ്ചത്തിലെ ഈശ്വര ചൈതന്യങ്ങളുമായി ചേർന്നിരിക്കുന്നു. ആ സങ്കല്പത്തെ പൂർണ്ണമായും ഇച്ഛാശക്തിയായി
നമ്മൾ പുറത്തേക്ക് വിടുന്നു. അത് പിംഗള നാഡിക്ക് കൊടുക്കുന്നു, ക്രിയാശക്തിയാവുന്നു. അത് രണ്ടും കൂടി സുഷുമ്നയിലൂടെ ജ്ഞാനശക്തിയായി പ്രപഞ്ചത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. നമ്മുടെ ആവശ്യം നമ്മൾ പൂർണ്ണമായും പ്രപഞ്ചത്തിന്റെ മുമ്പിലാണ് സമർപ്പിക്കുന്നത്. സുബ്രഹ്മണ്യൻ പൂർണ്ണ പ്രപഞ്ചമാണ്. ശ്വാസം പുറത്തു വിടാം. കണ്ണടച്ച് തന്നെ വയ്ക്കുക. കൈകളൊക്കെ മടിയിൽ മലർത്തി വെക്കാം. ദീർഘമായി 3-4 ശ്വാസം, ദീർഘശ്വാസം അകത്തേക്കും പുറത്തേക്കും എടുത്തു വിടാം. കണ്ണ് തുറക്കാതെ തന്നെ നിങ്ങൾ കയ്യിന്റെ വിരല് 2 മൂക്കിന്റെ നാസാധാരത്തിന് മുമ്പിൽ വെച്ച് നോക്കുക. ഏത് നാസികയിലൂടെയാണ് ഇപ്പൊ ശ്വാസം എടുത്ത് വിടുന്നത്? ഏറ്റവും ആക്റ്റീവായി നിൽക്കുന്ന ശ്വാസം നിങ്ങൾ ഇടത് മൂക്കിലാണോ വലത് മൂക്കിലാണോ ശ്രദ്ധിക്കുക. ഒരു വിരൽ വെച്ച് നോക്കിയാൽ അറിയാം. എല്ലാ വിരലും വെച്ചാൽ അറിയാൻ പറ്റുന്നതല്ല. ഒരു വിരൽ 2 മൂക്കിന്റെ മുമ്പിൽ വെച്ച് നോക്കുക. ഏത് മൂക്കിലൂടെയാണ് ഇപ്പൊ ശ്വാസോച്ഛ്വാസം നടക്കുന്നത് നോക്കുക. ഏതാണ് ആക്റ്റീവായി കിടക്കുന്നത് നോക്കുക. പുറത്ത് വെച്ച് നോക്കി അറിയാൻ പറ്റും. നല്ല കണ്ണുറ നോക്കൂ. വെച്ച് നോക്കിയതാ അറിയുന്നത്. മൂക്കിന്റെ ഇങ്ങനെ വെച്ച് നോക്കി. ഏത് മൂക്കിലൂടെ ശ്വാസം വരുന്നത് നോക്കൂ. അറിയാൻ പറ്റുന്നുണ്ടോ ഏത് മൂക്കിലൂടെയാണ്? ഏതോ ഒരു മൂക്കിലൂടെ അല്ലേ ശക്തിയായിട്ട് വരുന്നത്? ഓക്കെ. ഇപ്പൊ നിങ്ങളെ ഉള്ളിലെ വള്ളിയാണോ ദേവയാനിയാണോ വളർന്നിരിക്കുന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. രണ്ടും ഭാര്യമാരാണ്. എല്ലാവർക്കും ഭാര്യമാരുണ്ട്. ഇന്ന് ധൈര്യമായിട്ട് പുരുഷന്മാരൊക്കെ ഭാര്യനോട് പറയാ, നിന്റെ സർവീസ്, നിന്റെ സൗകര്യവും സഹായവും എനിക്ക് വേണ്ട, എനിക്ക് സ്വന്തമായിട്ട് 2 ഭാര്യമാരുണ്ട് എന്ന് പറയാ. അപ്പോ പിന്നെ ബാക്കി പറയാൻ നിങ്ങൾക്ക് ബോധം ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ, അത് വള്ളിയും ദേവസാനിയാണ്. അതിനുള്ള ഒരു ചാൻസ് നിങ്ങൾക്ക് കിട്ടിയാൽ പറഞ്ഞാൽ മതി. അത് നീ ഉദ്ദേശമല്ലായിരുന്നു, ഞാൻ വള്ളിയും ദേവസാനി. അത് മിക്കവാറും ICU നയിക്കും വരേണ്ടി വരിക. എന്നാലും പറഞ്ഞോളൂ, അത് വള്ളിയും ദേവസാനയാണ്. എന്നിന്റെ കാര്യങ്ങളൊക്കെ നടക്കാൻ, അല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ ഞാൻ അവരെ സഹായത്തോടു കൂടി ജീവിച്ചോളാം. ഇച്ഛാശക്തി ക്രിയ ജ്ഞാനമാണ്. നമ്മളെ ഉള്ളിൽ വരുന്ന ആഗ്രഹങ്ങൾ നടക്കാതായി പോകുന്നത് അതിനെ ശക്തി ഇല്ലാത്തതുകൊണ്ടാണ്. അത് നടപ്പിലാക്കാനുള്ള അറിവ് നമുക്കില്ലാത്തതുകൊണ്ടാണ്. ഉണ്ടാവുന്ന ഇച്ഛകളെ അത് ക്രിയയാക്കി മാറ്റുക, അതിനെ മാനിഫെസ്റ്റ് ചെയ്യുക. അപ്പൊ സങ്കല്പം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്, ആ സങ്കല്പം എങ്ങനെയാണ് മാനിഫെസ്റ്റ് ചെയ്യേണ്ടത്, അതിനുള്ള അറിവ്. ഇത് 3നും കൂടെ ചേർന്ന് തന്നെയാണ് മുരുക രഹസ്യം എന്ന് പറഞ്ഞറിയപ്പെടുന്നത്. നമ്മൾ ചിദംബര രഹസ്യം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതുപോലെ മുരുകന്റെ രഹസ്യം എന്താണെന്ന് വെച്ചാൽ സുഷുമ്ന, ഇട, പിംഗള എന്ന് പറയുന്ന 3 നാഡിയും അതിൽ സൂര്യനാഡി ആക്റ്റീവ് ആയിരിക്കുന്ന സമയത്ത്, വളരെ പവർഫുൾ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ യാത്ര ചെയ്യുക, നല്ല തീരുമാനങ്ങൾ എടുക്കുക, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുക. അതിനെ ആക്റ്റീവ് ആക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്തിട്ടുള്ളത്. ഇതാണ് മുരുക രഹസ്യം എന്ന് അറിയപ്പെടുന്നത്. ഇനി ഇതൊന്നും അറിയാത്ത ആൾക്കാർ ഇപ്പൊ എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ, പഠിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അതിന് മുരുകന്റെ അമ്പലത്തിൽ പോവുക, മുരുകനോട് പ്രാർത്ഥിക്കുക, മുരുകന്റെ പൂജ ചെയ്യുക, മുരുകന്റെ പൂജ പഠിക്കുക, മുരുകനെ ഉപാസിക്കുക, മുരുകന്റെ സഹസ്രനാമം ജപിക്കുക, മുരുകന്റെ മന്ത്രം ജപിക്കുക. ഇതൊക്കെ ചെയ്താൽ മതി. ഇതൊക്കെ ചെയ്യുമ്പോൾ അറിയാതെ സംഭവിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലെ ഇച്ഛാശക്തി അതിനെ ക്രിയാശക്തിയായി മാറാനും അത് നടപ്പിലാവാനുള്ള ഒരു ഊർജം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഡെവലപ്പ് ആവുക ചെയ്യുന്നത്. നമ്മൾ പൂജ ചെയ്യുന്ന സമയത്ത് എവിടെയോ മേഘങ്ങൾ അപ്പുറത്തിരുന്ന് അയാൾ 3 പൂജ ചെയ്തിട്ടുണ്ട്, ആ 3 പൂജ എൻ്റെ അനുഗ്രഹമായി കൊടുത്തു കളയാം എന്ന് വിധിക്കാനൊന്നും ഒരു ദേവനും എവിടെ ഇരിക്കുന്നില്ല. ഞാൻ തന്നെയാണ് ഈശ്വരൻ എന്നുള്ളതാണ് ഭാരതത്തിന്റെ അടിസ്ഥാന കാഴ്ചപ്പാട്. എന്നിൽ നിന്ന് അന്യമല്ല ഈശ്വരൻ, എനിക്കതായി തീരാൻ പറ്റും എന്നുള്ളതാണ്. ആ അറിവുണ്ടാവട്ടെ. അതിനുവേണ്ടി നമുക്ക് മുരുകോപാസന, ഷഷ്ടിക്ക് വ്രതം എടുക്കുക, മുരുകനെ നിരന്തരം ഉപാസിക്കുക, മുരുകനെ ജപിക്കുക, മുരുക ക്ഷേത്രത്തിൽ പോവുക. ഇത്തരം കാര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്താലും ഇത് സംഭവിക്കും. അതിലൊക്കെ ഇതേ കാര്യം തന്നെയാണ് ആവർത്തിക്കപ്പെടുന്നത്. ഇതതിന്റെ രഹസ്യമാണ്. ഇത്
ചെയ്യാൻ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അത്ര അറിവോ അല്ലെങ്കിൽ അതിന് സാഹചര്യം ഇല്ലാത്ത ആൾക്കാർ മറ്റൊക്കെ ചെയ്താൽ മതി. അപ്പോൾ അത് നടന്നോളും എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് മുരുക രഹസ്യം എന്ന് പറഞ്ഞ് നമ്മുടെ ഋഷീശ്വരന്മാര്, നമ്മുടെ പൂർവികര്, സിദ്ധന്മാര് നമുക്ക് പറഞ്ഞു തന്നൊരു കാര്യം. ശിവസ്വരോദയം, അതുപോലെ തന്നെ നമ്മൾ എൻ്റെ മലയാളത്തിൽ ശരനൂൽ ശാസ്ത്രം എന്നൊക്കെ എഴുതിയ പുസ്തകമുണ്ട്. അതിലൊക്കെ ഇതിന്റെ റെഫറൻസ് ഉണ്ട്. എങ്ങനെയാണ് ഇത് നാഡിയായി മാറുന്നത് അല്ലെങ്കിൽ ശരം ആയി മാറുന്നത്. പ്രപഞ്ചവുമായിട്ടുള്ള നമ്മളെ കണക്ഷനാണ്. നമ്മളെ ഇടയും സുഷുമ്നയും പിങ്ങളെയും പ്രപഞ്ചവും ആയിട്ട് എങ്ങനെ നമ്മളെ കണക്ട് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചാണ്. ഇത്രയാണ് പറയാനുള്ളത്. അപ്പം എനിക്ക് ഒന്ന് അടുത്തൊരു 8 മണീൻ്റെ ക്ലാസ്സിൽ കയറാനുള്ള ഒരുപാട് പേരുണ്ട് ഇതിനകത്ത്. അതുകൊണ്ട് നമ്മൾ കറക്റ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഫർദർ കാര്യങ്ങൾ നിങ്ങൾ ഗ്രൂപ്പിലുണ്ട് എന്നാണ് തോന്നുന്നത്. ഗ്രൂപ്പിൽ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എഴുതിയിടാം. എന്ത് സംശയവും ഗ്രൂപ്പ് ചോദിച്ചാലും അതിന് മറുപടി പറയുന്നതായിരിക്കും. സമയം പോലെ നിങ്ങൾ ഇത് ഞാൻ ഇപ്പം ഇന്ന് കേട്ട ക്ലാസ്സിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചാൽ ഞാൻ ഉത്തരം എഴുതിടാം. അപ്പോൾ നന്ദി, നമസ്കാരം. പ്രസിദ്ധ എന്താ പറയാനുള്ളത് പറയാം. ഞാൻ ലീവ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. നമുക്ക് 26-ാം തീയതി പൂജത്തിന് ഒരു പൂജ ചെയ്യാവുന്ന രീതിയിലൊരു സെഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. താല്പര്യമുള്ള ആൾക്കാർക്ക് ഇതിനകത്ത് പറഞ്ഞ പോലെ അത് പൂജ പഠിച്ച് ചെയ്യണമെങ്കിൽ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം നേരത്തെ പറഞ്ഞ ഇത് പ്രാക്ടീസ് ചെയ്യുക, അതൊക്കെ നിങ്ങളുടെ മാത്രം സ്വാതന്ത്ര്യമാണ്. എന്തായാലും ചെറിയൊരു സമയത്തിനുള്ളിൽ കുറച്ച് കാര്യങ്ങൾ, ഇനി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കേൾക്കാനുണ്ട്, അറിയാനുണ്ടെന്ന് എനിക്കറിയാം. പറയാൻ നമുക്ക് സമയത്തിനനുസരിച്ച് നമുക്ക് ഇതുപോലത്തെ സെഷൻസുകൾ വെക്കാം. സോ താങ്ക് യു, ഗുഡ് നൈറ്റ്.